ഇന്ത്യൻ സമൂഹത്തെ വിഭജിക്കുന്ന മതം ഒരു തരത്തിൽ സമൂഹത്തെ വിഭജിക്കുന്നു. ഈ മതത്തിനകത്ത് ജാതി മറ്റൊരു തരത്തിൽ വിഭജിക്കുന്നു. ഈ വിഭജനങ്ങളെല്ലാം സമൂഹത്തിൽ ദുരിതങ്ങളും ഭിന്നിപ്പുകളും ഉണ്ടാക്കുന്നുണ്ട്. ഇതിനെ അതിൻ്റെ സമഗ്രതയിൽ, അതിൻ്റെ ഇൻഡിവിജ്വലായിട്ടുള്ള ഓരോ പ്രശ്നങ്ങളായി കാണാതെ അതിൻ്റെ സമഗ്രതയിൽ അഭിസംബോധന ചെയ്താൽ മാത്രമേ ഈ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മൂവ്മെൻറ്റായിട്ട്, ഒരു പ്രസ്ഥാനമായിട്ട് ഇതിനെ മാറ്റാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയ ആദ്യത്തെ ഒരു രാഷ്ട്രീയ നേതാവും കൂടി ഒരുപക്ഷെ ഗാന്ധിയായിരിക്കാം. നിശ്ചയമായിട്ടും അത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു പോയിൻ്റാണ് ജിജീഷേ. അതിന് രണ്ട് മൂന്ന് ലെവലിൽ അതിന് മറുപടി പറയേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഈ ഗാന്ധിജി തെക്കേ ആഫ്രിക്കയിൽ ചെന്നപ്പോൾ അറിയാമല്ലോ, അദ്ദേഹത്തെ ഈ തീവണ്ടിയിൽ നിന്ന് വലിച്ചെറിഞ്ഞു പീറ്റർ മാരിസ്ബർഗിൽ. അപ്പോൾ അദ്ദേഹം ബാരിസ്റ്ററാണ്, ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്ത ആളാണ്, ഒരു ലോ അബൈഡിങ് സബ്ജക്റ്റ്, പൗരനല്ല, ഒരു പ്രജയാണ് ബ്രിട്ടീഷ് ചക്രവർത്തി സാമ്രാജ്യത്തിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിന് യാത്ര ചെയ്യാനുള്ള അധികാരമുണ്ടായിരുന്നു, പക്ഷേ നിയമപരമായ അവകാശം ഉണ്ടായിരുന്നു, നിഷേധിച്ചു. അപ്പോൾ ആ സംഭവം നമ്മൾ ഗാന്ധിജി എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് കാണുമ്പോൾ, അദ്ദേഹം അത് ഈ ബാരിസ്റ്റർ എം കെ ഗാന്ധിക്കെതിരെ ഒരു ഗാർഡ്, എക്സ് എന്ന് പറയുന്ന ഒരു ഗാർഡ്, റെയിൽവേ ഗാർഡ് ചെയ്ത ഒരു അതിക്രമമായിട്ടല്ല കണ്ടത്. അദ്ദേഹം അതിനെ കണ്ടത് ഒരു സ്ട്രക്ചറൽ പ്രോബ്ലമായിട്ടാണ്, ഒരു ഘടനാപരമായ പ്രോബ്ലമായിട്ടാണ്. അതൊരു ഒരു വർണ്ണവിവേചനത്തിൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് കണ്ടത്. അതൊരു വ്യക്തിക്കെതിരെ ചെയ്തയാളല്ല. ഈ ഗാർഡിന് എം കെ ഗാന്ധിയെ അറിഞ്ഞുകൂടായിരുന്നു അതിനു മുമ്പ്. ഗാന്ധിയുടെ സ്ഥാനത്ത് വേറൊരാളാണെങ്കിൽ അത് ചെയ്യും, ഈ ഗാർഡിൻ്റെ സ്ഥാനത്ത് വേറൊരു ഗാർഡാണെങ്കിൽ ഇത് ചെയ്യും. അപ്പോൾ അതൊരു ഇൻഡിവിജ്വൽ വേഴ്സസ് ഒരു വ്യക്തിനിഷ്ഠമായ ഒരു പ്രശ്നമല്ല, അത് വ്യക്തിപരമായ ഒരു പ്രശ്നമല്ല. നേരെ മറിച്ച് അത് ഒരു വ്യവസ്ഥയുടെ, അല്ലെങ്കിൽ ഒരു ഘടനയുടെ സ്ട്രക്ചറലായിട്ടുള്ള ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ഒരു സിസ്റ്റമിക് ആയിട്ടുള്ള ഒരു പ്രശ്നമാണെന്ന് ഗാന്ധിജി തിരിച്ചറിഞ്ഞു. വർണ്ണവിവേചനം എന്ന് പറയുന്നതാണ് പ്രശ്നം. അതിനെതിരെ എന്ന് പറയുന്നത് പോലെ ഇന്ത്യയിൽ അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ കണ്ടത്, ഈ ഗ്രാമങ്ങളിൽ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ ഗാന്ധിജി കണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യവും നെഹ്റു എടുത്തു പറയുന്നതുമായിട്ടുള്ളൊരു കാര്യം, ഇന്ത്യയിലെ ജനങ്ങളിൽ ഗ്രാമീണ ജനതയിൽ ഏറ്റവും പ്രകടമായി, ഗ്രാമീണമെന്നല്ല ടൗണിലുകളിലൊക്കെ ഉള്ളവരെ പ്രകടമായി കണ്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ഭയമായിരുന്നു, ഭീതി. ഒരു ഭീതിയുടെ അന്തരീക്ഷം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥരെ ഭയപ്പെടുന്നു, ഭരണാധികാരികളെ ഭയപ്പെടുന്നു, പണം കടം കൊടുക്കുന്നവരെ ഭയപ്പെടുന്നു, ജന്മിയെ ഭയപ്പെടുന്നു, ജന്മിയുടെ ഏജൻറ്റിനെ ഭയപ്പെടുന്നു, പണം കടം കൊടുക്കുന്ന ആളുകളുടെ ഗുണ്ടകളെ ഭയപ്പെടുന്നു. ഇങ്ങനെ ഒരു ഭയത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭയത്തിൽ നിന്നും ഈ ആളുകളെ മോചിപ്പിക്കണം, അതാണ് നിർഭയരാക്കി. നമുക്കറിയാമല്ലോ, സത്യാഗ്രഹത്തിലൊക്കെ ആയിരക്കണക്കിന് ഗ്രാമീണരായിട്ടുള്ള ആളുകൾ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്നത് നമ്മൾ കാണുകയാണ്. ആശ്ചര്യം തോന്നും നമുക്ക്. ഇത്ര ഭയചകിതരായിരുന്ന ഒരാളുകൾ പോലീസിൻ്റെയും അധികാരികളുടെയും മുമ്പിൽ എങ്ങനെ തല ഉയർത്തി നിന്നു എന്നുള്ളത് നമുക്ക് തോന്നും. അത് സാധിച്ചത് എങ്ങനെയാണ് എന്നുള്ളതാണ് ജിജീഷിൻ്റെ ചോദ്യം. അത് സാധിച്ചത് വെറും ഒരു ഒരു പ്രഖ്യാപനങ്ങളിൽ കൂടിയോ അല്ലെങ്കിൽ പ്രബോധനങ്ങളിൽ കൂടിയോ ഒന്നുമല്ല സാധിച്ചത്, അത് പരിപാടികളിൽ കൂടിയാണ് സാധിച്ചത്. അതാണ് ഗാന്ധിജിയെ മറ്റ് രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയെ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിലുള്ള ഒരു സ്വരാജ് രൂപപ്പെടുത്തുന്നതിന് ഉതകുന്ന വിധത്തിലുള്ള ഒരു കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമിൻ്റെ, രചനാത്മക കാര്യക്രം എന്ന് ഹിന്ദിയിൽ പറയും, നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു 18 നിർമ്മാണ പരിപാടി ഗാന്ധിജി അവതരിപ്പിച്ചു. ഒരു ബുക്ക്ലെറ്റായിട്ട് അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഹിന്ദിയിൽ രചനാത്മക കാര്യക്രം എന്നാണ് പറയുന്നത്, ഇംഗ്ലീഷിൽ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം, നിർമ്മാണ പ്രവർത്തനങ്ങൾ. അതിലാദ്യത്തെ ഇനം ഗാന്ധിജി ഇന്ത്യയിൽ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ജനങ്ങൾ ഈ മത സമുദായങ്ങൾ എന്നുള്ള നിലയിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയുടെ ഫലമായിട്ട് കൂടിയാണ് ഇങ്ങനെ സംഭവിച്ചത്. ഹിന്ദു സമുദായവും മുസ്ലിം സമുദായവും മുഖ്യമായിട്ട് അങ്ങനെ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. 2 മതങ്ങൾ എന്നുള്ളതല്ല, 2 മത സമുദായങ്ങൾ എന്നുള്ള നിലയിൽ ഇവർ വിഭജിതരാണെന്ന് കണ്ടു. അതുകൊണ്ട് ഈ സമുദായങ്ങൾ തമ്മിൽ ഒരു ഐക്യമുണ്ടായില്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ സാധിക്കില്ല. നേടിയെടുത്താൽ തന്നെ ഒരു വിഭജിത സമൂഹത്തിൽ സ്വാതന്ത്ര്യത്തിന് അർത്ഥമില്ല, അത് നിലനിൽക്കുകയുമില്ല എന്ന് ഗാന്ധിജി തിരിച്ചറിഞ്ഞു.
അതുകൊണ്ട് ഈ നിർമ്മാണ പരിപാടികൾ 18 നിർമ്മാണ പരിപാടികളിലെ ആദ്യത്തെ ഇനം എന്ന് പറയുന്നത് ഗാന്ധിജി ഉപയോഗിച്ച ഇംഗ്ലീഷിൽ വാക്ക് കമ്മ്യൂണൽ ഹാർമണി എന്നാണ്. സമുദായ മൈത്രി എന്നാണ് മലയാളത്തിൽ നമ്മൾ പറയുന്നത്. മൈത്രി എന്നുള്ള വാക്കാണ് പറയുന്നത്. മൈത്രി എന്നുള്ളത് ഫ്രറ്റേണിറ്റിക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു വാക്കാണെന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. ഭരണഘടനയിൽ ഉപയോഗിക്കുന്ന ഫ്രറ്റേണിറ്റിയുടെ അർത്ഥം മൈത്രി എന്നാണെന്ന് അംബേദ്കറും പറഞ്ഞിട്ടുണ്ട്. കാരണം അതൊരു ബുദ്ധിസ്റ്റ് ടേമാണ് മൈത്രി എന്നുള്ളത്. സമുദായ മൈത്രി, ഹാർമണി എന്നാണ് ഇംഗ്ലീഷിലുള്ള വാക്ക് അതിന് പകരം ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് ആദ്യത്തെ ഇനം. രണ്ടാമത്തെ ഇനം എന്ന് പറയുന്നത് അസ്പർശ്യത നിർമ്മാർജ്ജനം എന്നുള്ളതാണ്. ഐത്തോച്ചാടനം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഇതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഗാന്ധിജി കണ്ടത് ഐത്തം എന്ന് പറയുന്നതാണ്. ഐത്തത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ ജീവിതം ബാല്യം മുതൽ അവസാനം വരെ അദ്ദേഹം ഐത്തത്തിനെതിരെ ശക്തമായ നിലപാട് എടുത്തിട്ടുള്ളയാളാണ്. പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ അതിനുവേണ്ടി അദ്ദേഹം മറുവിലയായിട്ട് കൊടുക്കുന്നതിന് തയ്യാറായിട്ടുള്ള ആളാണെന്നുള്ളത് നമുക്കറിയാം. കാര്യം ഇന്നത്തെ ദളിത് നേതാക്കന്മാർ അത് അംഗീകരിക്കുന്നില്ലെങ്കിലും ഞാൻ പറയുകയാണ്, അത് വേറൊരു വിഷയമായിട്ട് നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്തു. പിന്നെ എന്താണ് മൂന്നാമത്തെ ഇനം എന്ന് പറയുന്നത് ഈ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസാണ്. ഇവരുടെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ. പിന്നെ ബേസിക് എഡ്യൂക്കേഷൻ, പ്രാദേശിക ഭാഷ, ദേശീയ ഭാഷ, ഇങ്ങനെ ഓരോ വിഭാഗങ്ങൾക്കും പിന്നെ അസ്പർശ്യർ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക്, വനിതകൾക്ക്, ഇമാൻസിപ്പേഷൻ ഓഫ് വിമൻ എന്ന് പറയുന്നത്. കുഷ്ഠരോഗമെന്ന് വലിയൊരു പ്രശ്നമായിരുന്നു ഇന്ത്യയിൽ. അത് രോഗം മാത്രമല്ല, അതൊരു സാമൂഹ്യ വിവേചനത്തിൻ്റെ കൂടി അടിത്തറയായിരുന്നു എന്നുള്ളതാണ്. അതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ, ഇങ്ങനെ 18 ഇനങ്ങളുടെ ഒരു പ്രവർത്തനമാണ് വച്ചിരുന്നത്. ഈ പരിപാടികളിൽ കൂടിയാണ് ഈ പറയുന്ന ഒരു ജനങ്ങളുടെ ഒരു സംയോജനം ഉണ്ടാക്കിയത്. ഇപ്പം നൂല് നൂൽക്കാനിരിക്കുന്നത് ആ ഗാന്ധി സിനിമയിലൊക്കെ കാണിക്കുന്നുണ്ട്. 1000, 2000 ഒരു ഗ്രാമത്തിലെ സ്ത്രീകൾ മുഴുവൻ ഒരു പൊതുസ്ഥലത്ത് കൂടി ഇരുന്ന് നൂല് നൂക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം അവിടെ ജാതി മത വ്യത്യാസങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ആളുകളെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ മറ്റ് ഒരു രാഷ്ട്രീയ നേതാവും ഒരു കാലത്തും ഒരിടത്തും പ്രയോഗിക്കാത്ത ഒരു കാര്യം ഗാന്ധിജി പ്രയോഗിച്ചത് ഈ അദ്ദേഹത്തിൻ്റെ സർവ്വമത പ്രാർത്ഥനകളാണ്. ആശ്രമ പ്രാർത്ഥന. അദ്ദേഹം സമരം ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, വേറെ എവിടെയെങ്കിലും ഇപ്പോൾ ഉപ്പ് സത്യാഗ്രഹത്തിന് അദ്ദേഹം ദാണ്ഡിയിലേക്ക് യാത്ര ചെയ്യുകയാണ്. സബർമതി ആശ്രമത്തിൽ നിന്ന് ദാണ്ഡി, നവസാരിക്കപ്പുറത്തുള്ള ദാണ്ഡിയിലേക്ക് പോവുകയാണ്. 241 മൈലുണ്ട്. ഒരു ദിവസം ശരാശരി 10 മൈൽ നടക്കണം എന്നാണ്. എല്ലാ ദിവസവും വൈകുന്നേരം ഒരു ഗ്രാമത്തിലൊരു മീറ്റിംഗ് ഉണ്ട്. കൃത്യം 6 മണിക്ക് എന്താണ് അത് ഇൻ്റർ റിലീജിയസ് പ്രെയറാണ്, സർവ്വമത പ്രാർത്ഥനയാണ്. അതിനകത്ത് ഈ ട്രഡീഷണലായിട്ടുള്ള കീർത്തനങ്ങളെല്ലാം ഉപയോഗിക്കും. അത് ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു മതവിഭാഗത്തിൻ്റെ അല്ല, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മതവിഭാഗങ്ങളുടെയും അതുപോലെ തന്നെ എന്തെന്നാ പറയുക ഈ ഫോക്ക് ആയിട്ടുള്ള പാട്ടുകളും ഒക്കെ ഉപയോഗിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഈ ആളുകളുടെയും വ്യത്യസ്ത മതവിഭാഗങ്ങൾക്ക് ഒരുമിച്ച് ചേരാവുന്ന ഒരു പ്രസ്ഥാനവും ഒരു പ്രവൃത്തിയുമാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ദേശീയ പ്രസ്ഥാനമെന്നും ദേശീയ സത്യാഗ്രഹങ്ങളെന്നും ആളുകൾക്ക് മനസ്സിലാകുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഇൻക്ലൂഷൻ എന്ന് പറയുന്നതും ഈ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നതും സാധിച്ചെടുത്തത്. പരിപാടികളിൽ കൂടിയാണ്, പ്രബോധനങ്ങളിൽ കൂടിയല്ല അത് സാധിച്ചെടുത്തത് എന്നുള്ളതാണ്. ഈ മതത്തെയും വിശ്വാസത്തെയും ഗാന്ധി എങ്ങനെയാണ് മനസ്സിലാക്കിയിരുന്നത്, എങ്ങനെയാണ് കണ്ടിരുന്നത് എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു ആചാരങ്ങളുടെ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളുടെ അടിസ്ഥാനത്തിലല്ലാതെ വ്യക്തിപരമായ ഒരു ധാർമ്മിക ബോധത്തിൻ്റെ ഭാഗമായി മതത്തെ മനസ്സിലാക്കുന്ന ഒരു രീതി, അതെങ്ങനെയാണ് ഗാന്ധിജി ഈ പറയുന്നത്? മതം എന്ന് എല്ലാ മതങ്ങൾക്കും പൊതുവായ ഒരു അടിസ്ഥാനം ഉണ്ടെന്ന് ഗാന്ധിജി കണ്ടെത്തിയ ആളാണ്. എല്ലാ മതങ്ങളും ഗാന്ധിജി ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളത് മതങ്ങളെ പറ്റിയാണ്. അദ്ദേഹം മറ്റു പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്, ഒരുപാട് വായിച്ചിട്ടുള്ള ആളാണ് ഗാന്ധി. നമ്മൾ പലരും അത് അറിയുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. ഞാൻ മാതൃഭൂമി വീക്കിലിയിൽ ഗാന്ധി വായിച്ച പുസ്തകങ്ങളെപ്പറ്റി ഒരു ലേഖനത്തിൽ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ എഴുത്തുകൾ കിട്ടി. ഇത് ശരിയാണോ എന്ന് ചോദിച്ചു. ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം ഷേക്സ്പിയർ വായിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വിശ്വസിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അത് ക്യാപിറ്റലിൻ്റെ അന്ന് ക്യാപിറ്റൽ 3 വോളിയമായിട്ടാണ്. ആ ക്യാപിറ്റലിൻ്റെ 3 വോളിയവും അദ്ദേഹം 42 സമരത്തിന് ജയിലിൽ കിടന്ന സമയത്ത് വായിച്ചതാണ്. വായിക്കുകയും അതേപ്പറ്റി അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തതാണ്. അങ്ങനെ ഒരുപാട് വായിച്ചിട്ടുള്ള ഒരാളാണ് ഗാന്ധിജി. പക്ഷേ അദ്ദേഹം ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളത് മതഗ്രന്ഥങ്ങളും മതത്തെ പറ്റിയുള്ള ഗ്രന്ഥങ്ങളുമാണെന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞു, ഈ എന്താണ് മതം എന്ന് പറയുന്നത്? മതം എന്ന് പറയുന്നത് ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ഒരു അർത്ഥം എന്താണ്, ജീവിതത്തിൻ്റെ ഒരു പാര്യന്തികമായ ഒരു ലക്ഷ്യമുണ്ടോ ജീവിതത്തിന്, ഉണ്ടെങ്കിൽ എന്താണ്
ഒരാത്യന്തിക ലക്ഷ്യം ജീവിതത്തിനുണ്ടോ, ഉണ്ടെങ്കിൽ അതെന്താണ് എന്നുള്ളതിനെ പറ്റി ഉള്ള അന്വേഷണമാണ് മതങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഈ സാഹചര്യങ്ങൾ കൊണ്ട്, ചരിത്രപരവും സാംസ്കാരികവും ഭൂമിശാസ്ത്രപരവുമായ കാരണങ്ങൾ കൊണ്ട് ഈ അന്വേഷണത്തിന് കിട്ടുന്ന മറുപടികൾ രൂപപ്പെടുത്തുന്ന ഇതിന് വ്യത്യാസങ്ങളുണ്ടാകും എന്നുള്ളതാണ് ഹിസ്റ്റോറിക്കൽ റീസൺസ്. അതുകൊണ്ട് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം ഗാന്ധിജിയെ സംബന്ധിച്ച് ഒന്നാണ്. എന്താണത്? ഒരു ബേസിക് എത്തിക്സാണ്, ധാർമ്മികതയാണ്. അതിൻ്റെ പ്രമാണങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എല്ലാ ജീവജാലങ്ങളും ഈ ഒരു മഹാശക്തിയുടെ പ്രത്യക്ഷീകരണമാണ്, അഭിവ്യക്തിയാണ്. എല്ലാവരും അതുകൊണ്ട് ഒന്നാണ്, മൗലികമായി ഒന്നാണ്, ഏകാത്മകമാണ്. അതുകൊണ്ട് ആളുകൾ തമ്മിൽ ഒരർത്ഥത്തിലും വിവേചനങ്ങൾ പാടില്ല. എല്ലാം ഒന്ന് തന്നെയാണ്, എല്ലാം തുല്യമാണ്, എല്ലാം ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് അതുകൊണ്ട് ഗാന്ധിജിയുടെ മതത്തെപ്പറ്റി എന്താണ്, എത്തിക്കൽ റിലീജിയൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാത്തിനെയും കൂട്ടിയിണക്കുന്ന ഒരു പൊതു ഘടകമുണ്ട് മതത്തിന്. ഒരു സനാതന ഹിന്ദു മതവിശ്വാസിയാണ് എന്ന് പറയുമ്പോഴും അദ്ദേഹം ഇപ്പോൾ ഒരു ദളിതരുടെ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ഘട്ടത്തിലല്ലാതെ അദ്ദേഹം ക്ഷേത്രത്തിൽ പോകുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇല്ല. ഞാനിത് പറയാനുള്ളൊരു കാരണം, ഈ അടുത്തിടയ്ക്ക് നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന DY ചന്ദ്രചൂഡ്, അദ്ദേഹം ഗുജറാത്തിലെ പല ക്ഷേത്രങ്ങൾ, അത് മറ്റേ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിനോട് ബന്ധപ്പെട്ട ഒരു ദിവസത്താണ്, അതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലാണ് ഗുജറാത്തിലെ വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും അവിടെ സന്ദർശിച്ചു എന്ന് മാത്രമല്ല, ഗവൺമെൻറ്റിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ANAയുടെ ക്രൂവുമായി ക്യാമറയും എല്ലാമായിട്ട് പോയി ഈ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും ഇതിൻ്റെ മുകളിൽ പാറുന്ന ധ്വജമാണ് ഇന്ത്യയെ യോജിപ്പിച്ചത് എന്ന് പറയുകയും, അതോടൊപ്പം ഇന്ത്യയെ മനസ്സിലാക്കാൻ ഗാന്ധി സഞ്ചരിച്ചതുപോലെ ഒരു സഞ്ചാരത്തിലാണ് താനെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഗാന്ധി ഇന്ത്യയെ മനസ്സിലാക്കാൻ ഒരുപാട് സഞ്ചരിച്ചതാണ്. അപ്പോൾ ഗാന്ധി സഞ്ചരിക്കുന്നത് എങ്ങനെയാണ്, മതങ്ങളെ മനസ്സിലാക്കുന്നതിനും എല്ലാം ശ്രമിച്ചിട്ടുള്ള ഗാന്ധി പക്ഷേ സഞ്ചരിച്ചത് ഈ ആരാധനാലയങ്ങളിലേക്കല്ല, ജനങ്ങളുടെ ഇടയിലേക്കാണ്. ആ ഒരു രാജ്യത്തു നിന്നുകൊണ്ട് തൻ്റെ പരസ്യമാക്കിയ ക്ഷേത്ര സന്ദർശനങ്ങളെ ഗാന്ധിയുടെ സന്ദർശനങ്ങളായിട്ട് ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അതെ, അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തി, അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളെ പറ്റിയും എനിക്ക് തോന്നിയിട്ടുള്ളത് സഹതാപമാണ്. പിന്നെ അദ്ദേഹം അത് പറഞ്ഞതിൽ കൂടി അദ്ദേഹം നേടിയത് ഈ ജനങ്ങളുടെ ഒരു ഒരു പുച്ഛത്തിന് അദ്ദേഹം വിധേയനായി എന്നുള്ളതല്ലാതെ അതിനപ്പുറത്ത് എന്തെങ്കിലും അദ്ദേഹം അതുകൊണ്ട് നേടിയെടുത്തു, ജനങ്ങളുടെ ഇടയിൽ നേടിയെടുത്തു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അധികാരി വർഗത്തിൻ്റെ ഒരു പ്രീതിക്ക് ഒരു പക്ഷേ അതുകൊണ്ട് കൂടുതൽ അദ്ദേഹം പാത്രീഭൂതനായി കാണാം എന്നുള്ളതല്ലാതെ അദ്ദേഹം ഗാന്ധിജിയുടെ ഇതിനോട് താരതമ്യപ്പെടുത്തുക വഴി അദ്ദേഹം ഗാന്ധിജിയെ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പ്രഖ്യാപിക്കുക കൂടിയാണ് ചെയ്തത് എന്നാണ് എനിക്കതേപ്പറ്റി തോന്നുന്നത്. ഞാനതേപ്പറ്റി എനിക്ക് പറയാനുള്ള മറ്റു ചില ഇതിനോട് ജിജേഷ് പറഞ്ഞതിനെ പൂരിപ്പിച്ച് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഗാന്ധിജി ക്ഷേത്രാരാധനയിൽ വിശ്വസിച്ചിരുന്ന ആളല്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാനൊരു സനാതന ഹിന്ദുവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു സനാതനി ഹിന്ദുവാണ് എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ രാധാകൃഷ്ണന് അദ്ദേഹത്തിൻ്റെ 75 വയസ്സായ സമയത്ത് ഡോക്ടർ രാധാകൃഷ്ണൻ ഒരു പുസ്തകം എഡിറ്റ് ചെയ്തിരുന്നു. ആ പുസ്തകത്തിൽ ചേർക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ, ഗാന്ധിജിക്ക് ഒരു ക്വസ്റ്റ്യനെയർ കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൻ്റെ മറുപടിയിലാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതിൻ്റോടൊപ്പം ഗാന്ധിജി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ അതിനെ ഡിഫൈൻ ചെയ്യുകയും വിശദീകരിക്കുകയും ചെയ്യും. തെറ്റിദ്ധാരണയുണ്ടാകാൻ, മറ്റുള്ളവർ വളച്ചൊടിക്കാനും സാധ്യതയുള്ള പരാമർശമാണ് താൻ നടത്തുന്നത് എന്നുള്ള തിരിച്ചറിവ് ഗാന്ധിജിക്കുണ്ടായിരുന്നു. കാരണം ഇത് മറ്റു പലരും പറയുന്ന ഒരു സംഗതിയാണ്, ഞാൻ സനാതന ഹിന്ദു ആണെന്ന് ശങ്കരാചാര്യരും പറയും. അതുകൊണ്ട് അദ്ദേഹം പറയും, എന്താണ് ഞാൻ സനാതന ഹിന്ദു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഡിഫൈൻ ചെയ്യും. എന്നിട്ട് അദ്ദേഹം പറയും, ഇതുകൊണ്ട് തന്നെ ഞാനൊരു ഹിന്ദുവാണെന്ന് അവകാശപ്പെടുന്ന അതേ കാരണം കൊണ്ട് തന്നെ ഞാനൊരു ക്രിസ്ത്യാനിയാണെന്നും ഒരു മുസൽമാനാണെന്നും ഒരു പാഴ്സിയാണെന്നും ഒരു ജൈനാണെന്നും കൂടി അവകാശപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ഇത് തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. പിന്നീട് അദ്ദേഹം അത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. എന്താണ്? ഐ ബിലീവ് ഇൻ ദി ആബ്സല്യൂട്ട് ഇക്വാളിറ്റി ഓഫ് റിലിജിയൻസ് എന്നാണ്. അതായത് അതിൻ്റെ പരിപൂർണമായ തുല്യത, അത് തുല്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് വേണം? മനുഷ്യർ എൻ്റെ മതത്തെ ഞാൻ എങ്ങനെ ബഹുമാനിക്കുന്നു, എൻ്റെ മതം എന്ന് പറഞ്ഞാൽ ഞാൻ ഏതു മതത്തിൽ ജനിച്ചുവോ ആ മതത്തെ ഞാൻ എങ്ങനെ ആദരവോടുകൂടി കാണുന്നുവോ അതേ ആദരവോടുകൂടി തന്നെ മറ്റു മതങ്ങളെയും ആദരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അല്ല, ഈ സനാതന ഹിന്ദു ആയതുകൊണ്ട് തന്നെ ഗാന്ധിക്ക് ജാതി എന്താണെന്ന് മനസ്സിലായില്ല എന്നൊരു വിമർശനം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. എന്താണ് അതിനെക്കുറിച്ച്? അല്ല, ഗാന്ധിജിക്ക് ജാതി എന്താണെന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ
അദ്ദേഹം ഈ ജാതി നശീകരണ പ്രസ്ഥാനം എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം ഉണ്ടാക്കിയില്ല എന്നുള്ള ഒരു പരിഭവത്തിൽ നിന്നും പരാതിയിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം ഉണ്ടാകുന്നത്. പക്ഷേ ഗാന്ധിജി അവസാനത്തെ സമയത്ത് ഒരു 1928 മുമ്പ് മാത്രമാണ് അദ്ദേഹം ജാതിക്ക് ഒരു സംശയത്തിൻ്റെ ആനുകൂല്യം കൊടുത്തിട്ടുള്ളത്. ഞാനതിനെ അങ്ങനെയാണ് വിശദീകരിക്കുന്നത്. അദ്ദേഹം ജാതിയെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുകയല്ല ഉള്ളത്. ജാതി കൊണ്ട് ഒരു പക്ഷേ ചില പ്രയോജനങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം സാമൂഹ്യ ഘടനയിൽ, അതുകൊണ്ടാണ് അത് നിലനിന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഇത്ര ദീർഘകാലം ഇങ്ങനൊരു സംവിധാനം നിലനിൽക്കുമോ എന്നുള്ള സംശയം. അതുകൊണ്ടാണ് ഞാനതിന് സംശയത്തിൻ്റെ ആനുകൂല്യം. പക്ഷേ 30 ശേഷം അദ്ദേഹം വളരെ കാറ്റഗോറിക്കലായിട്ട് ജാതിയെ നിരാകരിച്ചും തള്ളിപ്പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. ഡൗൺ വിത്ത് ദ മോൺസ്റ്റർ ഓഫ് കാസ്റ്റ് എന്ന് തുടങ്ങുന്ന, കാസ്റ്റ് ഷുഡ് ഗോ എന്ന് പറഞ്ഞ്, കാസ്റ്റ് മസ്റ്റ് ഗോ എന്ന് പറഞ്ഞിട്ട് ഉള്ള ടൈറ്റിലിൽ അദ്ദേഹം ഒരു ലേഖനം തന്നെ എഴുതിയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ അറിയേണ്ടതാണ്. നിർഭാഗ്യവശാൽ ഗാന്ധിജിയെ ഒരു ജാതിവാദിയായി ചാപ്പകുത്തണം എന്ന് നിർബന്ധമുള്ള ആളുകൾ ഇതൊന്നും, ഇപ്പം അരുന്ധതി റോയ് ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ ഇത് ഡോക്ടർ ആൻഡ് ദ സെയിൻറ്റ് എന്നുള്ള ആ പ്രസിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ കുപ്രസിദ്ധമായിട്ടുള്ള അവതാരികയിൽ ഇത്തരം കാര്യങ്ങളൊന്നും അവർ പരാമർശിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അത് ഗാന്ധിജിയെ വേണ്ട രീതിയിൽ മനസ്സിലാക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ബോധപൂർവം ഗാന്ധിജിയെ ഒരു ഇരുട്ടിൽ നിർത്തി കാണണം, അല്ലെങ്കിൽ കറുത്ത ഒരു ചായമടിച്ച് കാണണമെന്ന് താല്പര്യമുള്ള ആളുകൾ ബോധപൂർവം പറയുന്നതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നിയത് ഗാന്ധി ഒരു വ്യക്തി എന്ന രീതിയിലും അദ്ദേഹത്തിൻ്റെ ഒരു ചിന്താമണ്ഡലത്തിലും വന്നിട്ടുള്ള കാലാനുസൃതമായ പരിവർത്തനങ്ങളെ ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ ഒരുപക്ഷെ എല്ലാവർക്കും സാധിച്ചിട്ടുണ്ടാവില്ല എന്നതും ഒരു കാരണം. അതും ഒരു കാരണമാണ്. ഗാന്ധിജി ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട്. അത് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ വീണ്ടും പറയുക, അത് അങ്ങനെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ ഉള്ള ആളല്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരിക്കൽ പറഞ്ഞതിൽ നിന്ന് ഘടകവിരുദ്ധമായ അഭിപ്രായം രണ്ടാമത് പറഞ്ഞിട്ടുണ്ടാകും. നിങ്ങൾക്ക് എൻ്റെ ബുദ്ധിസ്ഥിരതയിൽ വിശ്വാസമുണ്ടെങ്കിൽ, ഇഫ് യു ബിലീവ് ഇൻ മൈ സാനിറ്റി ഉണ്ടെങ്കിൽ, ഞാൻ രണ്ടാമത് പറഞ്ഞ അഭിപ്രായമാണ് ആദ്യം പറഞ്ഞ അഭിപ്രായത്തേക്കാൾ കൂടുതൽ ശരി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് പറഞ്ഞത്. അതാണ് അവസാന ശരിയെന്നല്ല, അതാണ് കൂടുതൽ ശരിയെന്ന. കാരണം മറ്റന്നാൾ ഒരുപക്ഷെ കൂടുതൽ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ, കൂടുതൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത് തിരുത്തേണ്ടി വന്നാൽ തിരുത്തുന്നതിന് യാതൊരു വൈക്ലഭ്യവുമുള്ള ആളായിരുന്നില്ല ഗാന്ധി. നമ്മൾ തിരിച്ചറിയണം. ഞാൻ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ജിജീഷിനെ അനുസ്മരിപ്പിക്കാം. ക്ഷേത്രപ്രവേശന വിളംബരം കഴിഞ്ഞ് ഗാന്ധിജി വൈക്കത്ത് വന്ന് അദ്ദേഹം തിരുവിതാംകൂർ സന്ദർശിച്ചല്ലോ. പല സ്ഥലങ്ങളിലും പോയി അദ്ദേഹം. ക്ഷേത്രങ്ങളിലും പോയി. ക്ഷേത്രങ്ങളിൽ ആരുമൊത്താണ്? ഹരിജനങ്ങളുമൊത്താണ് പോയത്. വൈക്കത്തും അദ്ദേഹം ഹരിജനങ്ങളുമൊത്ത് ക്ഷേത്രത്തിൽ പോവുകയും അങ്ങനെയാണ് അദ്ദേഹം ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച് അദ്ദേഹം നമസ്കരിക്കുകയല്ല ചെയ്തത്, മറ്റവർ നമസ്കരിക്കുന്ന കൂടെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായി എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ വൈകുന്നേരം അദ്ദേഹം ഈ വൈക്കം ക്ഷേത്രത്തിനകത്തുള്ള മതിൽക്കെട്ടിനകത്തുള്ള ആൽത്തറയിലിരുന്ന് ഒരു മീറ്റിംഗ് നടത്തുകയാണ്. അപ്പോൾ അദ്ദേഹം അന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഈ ആൽത്തറയുടെ തണലിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി എന്ന് പറയുന്നുണ്ട്, അത് ക്ഷേത്രത്തിനകത്ത് ലഭിക്കാത്തതാണ് എന്ന് അദ്ദേഹം പറയും. അന്ന് അദ്ദേഹത്തെ കാണാനെത്തിയ ഇണ്ടന്തുരുത്തി നമ്പ്യാതിരി ഗാന്ധിജിയുമായിട്ടുള്ളൊരു സംഭാഷണമുണ്ട്. പണ്ട് ഗാന്ധിജിയെ നേരിട്ട് കണ്ട് അകലിൽ നിന്നിരുന്ന് സംസാരിച്ചതാണല്ലോ, അത് പ്രസിദ്ധമാണല്ലോ, അത് ഞാൻ വീണ്ടും നറേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ക്ഷേത്രപ്രവേശനം കഴിഞ്ഞ് അദ്ദേഹം അവിടെ കൂടിയപ്പോൾ ഇണ്ടന്തുരുത്തി നമ്പ്യാതിരി ഈ യോഗം കഴിഞ്ഞ് ആൽത്തറയിലെ യോഗം കഴിഞ്ഞ് ഗാന്ധിജിയെ കാണാനെത്തിയപ്പോൾ ഗാന്ധിജിയുമായി നടത്തിയൊരു സംഭാഷണമുണ്ട്. മഹാദേവ് ദേശായി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എപ്പിക് ഓഫ് ട്രാവൻകൂർ എന്ന പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്നത്, ഗാന്ധിജിയുടെ ഈ ആദ്യം 25 വൈക്കത്ത് നടത്തിയ സത്യാഗ്രഹവും തുടർന്നുള്ള പ്രവർത്തനവും വഴിയാണ് ഈ ക്ഷേത്രപ്രവേശനം ഉണ്ടാവുകയും അതുവഴി കൂടുതൽ ആളുകൾ ക്ഷേത്രത്തിൽ വരികയും ക്ഷേത്രാരാധനയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന് ഞങ്ങൾ അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു ആണ് നമ്പ്യാതിരി പറയുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം പറയും, അങ്ങ് അകത്ത് കയറി ഈ ആരാധന കണ്ടല്ലോ, ഈ ആരാധനാക്രമത്തെ സംബന്ധിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കും. ഞാൻ മഹാദേവ് ദേശായി എഴുതിയത് ഉദ്ധരിച്ച് പറയുകയാണ്, അതിനെ ആധാരമാക്കി പറയുകയാണ്. അപ്പോൾ ഗാന്ധിജി പറയുന്ന മറുപടി, ഐ ആം നോട്ട് എ ടെമ്പിൾ ഗോവർ, ഐ ആം നോട്ട് എ ടെമ്പിൾ വർഷിപ്പർ. ഞാൻ ആരാധന നടത്തുന്ന ആളല്ല, എങ്കിലും ഞാൻ ഇവരുടെ ആരാധനാ രീതി ശ്രദ്ധിച്ചു, ഈ പൂജാരികൾ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു. അപ്പോൾ എനിക്ക് തോന്നിയ സംഗതി എന്താണ്, ഈ പൂജാരീതിയിൽ ബുദ്ധിയുടെയും ഭക്തിയുടെയും അഭാവമുണ്ട് എന്നാണ്
എനിക്ക് മനസ്സിലായതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബുദ്ധിയുടെയും ഭക്തിയുടെയും ഡിവോഷൻ ആൻഡ് കോമൺ സെൻസ് എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്, ഇൻ്റലിജൻസ് എന്നല്ല. ഇതിൻ്റെ ഇൻ്റലിജൻസ് എന്നാണ് ഉപയോഗിച്ചത്. അതിൻ്റെ അർത്ഥം കോമൺ സെൻസ് എന്നാണ്. ഇൻ്റലിജൻസിൻ്റെയും അതുപോലെ തന്നെ ഡിവോഷൻ്റെയും അഭാവം കൊണ്ട് കോൺസ്പീക്കോസ് ആയിരുന്നു അവരുടെ പൂജാരീതി എന്നാണ് എനിക്ക് തോന്നിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്. എന്തൊരു വിമർശനമാണെന്ന് ആലോചിച്ച് നോക്ക്. സമാനമായ രീതിയിൽ ഇപ്പോൾ മതത്തെ ധർമ്മമായിട്ടാണോ ആചാരമായിട്ടാണോ കാണേണ്ടത് എന്ന് അംബേദ്കറും ചോദിച്ചിട്ടുണ്ടെന്നു. നമ്മൾ എപ്പോഴും അംബേദ്കറേയും ഗാന്ധിയെയും വിരുദ്ധ ധ്രുവങ്ങളിൽ നിർത്തി ശത്രുക്കളായിട്ട് അവതരിപ്പിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഇവർ തമ്മിൽ നമ്മൾ ഇന്ന് പറയുന്ന അത്ര വലിയൊരു ശത്രുത ഉണ്ടായിരുന്നോ? അത് നമുക്കൊരു വിശദമായി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അത് നമുക്ക് അത് പിന്നീട് ഒരു സന്ദർഭത്തിൽ ചെയ്യാമത്. നിശ്ചയമായിട്ടും അത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ അംബേദ്കർ വേഴ്സസ് ഗാന്ധി എന്നുള്ള ഒരു നാരറ്റീവ് വളരെ കാലമായിട്ട് അത് എന്തെന്നാ പറയുക, അന്ന് അംബേദ്കറും ഗാന്ധിജിയും തമ്മിൽ നടന്നിട്ടുള്ള സംവാദങ്ങളുണ്ട്. ആ സംവാദങ്ങളുടെ കാലത്ത് അംബേദ്കർ കുറച്ച് പരുഷമായ ഭാഷ ഉപയോഗിക്കുകയും ഗാന്ധിയെ വിമർശിക്കുകയും ഒരുപക്ഷെ മറ്റാരും ഉപയോഗിക്കാത്ത തരത്തിലുള്ള പരുഷമായ ഭാഷ അംബേദ്കർ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. ഗാന്ധിജിക്ക് അത് മനസ്സിലാക്കുന്നതിന് അന്ന് യാതൊരു വൈഷമ്യം ഉണ്ടായില്ല. അതിൻ്റെ പേരിൽ അംബേദ്കറോട് ഗാന്ധിജിക്ക് യാതൊരു പരിഭവവും ഉണ്ടായിട്ടില്ല. കാരണം അദ്ദേഹം പറഞ്ഞത് ഇതിനേക്കാൾ കൂടുതൽ, വളരെ കൂടുതൽ പരുഷമായി സംസാരിക്കുന്നതിന് മാത്രമുള്ള തിക്താനുഭവങ്ങൾ അവർക്ക് ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ്, സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതിഫലനമാണ്, അല്ലെങ്കിൽ ഒരു പ്രതികരണമാണ് അവരുപയോഗിക്കുന്ന ഈ ഭാഷ. അതുകൊണ്ട് അതേപ്പറ്റി നമ്മൾ ഖേദിക്കേണ്ട കാര്യമില്ല എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ എടുക്കുന്നതിനും അതുപോലെ ഗവൺമെൻറ്റിൽ എടുക്കുന്നതിനുമൊക്കെ ഗാന്ധിജി അന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഒരു വിശദമായി ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഏതായാലും ജിജീഷ് പറഞ്ഞ ഒരു പോയിൻ്റ് നമ്മളൊന്ന് റീട്രേറ്റ് ചെയ്യേണ്ട, ആവർത്തിച്ച് പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇന്ന് വ്യാപകമായി പ്രചാരത്തിലുള്ള ഒരു നാരറ്റീവുണ്ട്, ഒരാഖ്യാനമുണ്ട്. അതായത് ഇവർ തമ്മിൽ പരസ്പര യോജിക്കാത്ത, പരസ്പര വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് എന്നുള്ള ഒരു സമീപനം തികച്ചും തെറ്റാണ്. അത് വളരെ അൺഫോർച്ചുനേറ്റാണ് എന്നുള്ളത് പറയാതിരിക്കാനായിട്ട് നിവൃത്തിയില്ല. അത് തിരുത്തേണ്ടതാണ്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്ന ഒരു പോയിൻ്റാണ്. കാരണം എനിക്ക് തോന്നുന്നു നമ്മളിന്ന് ഇത്തരം കാര്യങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിന്ന ഭരണഘടനാ ശില്പികളായാലും രാഷ്ട്രശില്പികളായാലും മുന്നോട്ട് വെച്ച ഒരു ജനാധിപത്യ ബോധത്തെയും അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ച ഒരു മൂല്യബോധങ്ങളെ വീണ്ടെടുക്കാനും സംരക്ഷിക്കുവാനും ശ്രമിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ കൂടി ചർച്ച ചെയ്യേണ്ട ഒരു അത് വളരെ ശരിയാണത് ജിജീഷ്. നമ്മളത് അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫോക്കസ് നമ്മൾ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ, മാറ്റിക്കളയുമ്പോൾ അത് ആര് അതിൽ നിന്ന് മുതലെടുക്കുന്നു എന്നും അതുകൊണ്ട് പൊതുസമൂഹത്തിന് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത് എന്നും നമ്മൾ ആലോചിക്കേണ്ടതാണ്. രണ്ടാമത് പറഞ്ഞതാണ് ആദ്യം വരേണ്ട സംഗതി. നമ്മൾ ഈ രീതിയിൽ ഒരു നാരറ്റീവ് വീണ്ടും പറഞ്ഞ് ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത് വഴി ഈ സമൂഹം കൂടുതൽ വിഭജിതമാവുകയും സമൂഹത്തിൽ കൂടുതൽ വിദ്വേഷം പടരുകയും ചെയ്യും എന്നുള്ളതല്ലാതെ പോസിറ്റീവായിട്ടൊരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അവിടെയും നമുക്ക് ഗാന്ധിയിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യം ഈ സംവാദങ്ങളിൽ അദ്ദേഹം സൂക്ഷിച്ച ഒരു അവധാനതയാണ്. മറ്റുള്ളവർ എതിർക്കുന്നവരോട് അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കാനും കേൾക്കാനും മനസ്സിലാക്കാനും സ്വന്തം അഭിപ്രായം മാറ്റാനും സ്വന്തം ചിന്താലോകത്തെ പരിവർത്തനപ്പെടുത്താനും തയ്യാറാകുന്ന ഒരു ഗുണം, അത് ഇന്ന് സമൂഹത്തിന് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണല്ലോ. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ല, അത് പൂർണ്ണമായും നഷ്ടപ്പെട്ടു കഴിഞ്ഞ ഒരു സംഗതിയാണ്. ഗാന്ധിജിയിൽ നിന്ന് നമ്മൾ ഈ സംവാദങ്ങളുടെ കാര്യത്തിൽ ഗാന്ധിജി ഒരു വലിയ മാതൃകയാണ്, ഒരു വലിയ പാരഡൈം, ഒരു മെറ്റാ പാരഡൈമാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു അതിമാതൃകയാണ് ഗാന്ധിജി. ആ ലെവലിലേക്ക് നമുക്ക് ആർക്കും ഉയരാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് വളരെ ശരിയാണ്. ഇപ്പം ഉദാഹരണത്തിന് ടാഗോറുമായിട്ടുണ്ടായ അഭിപ്രായ വ്യത്യാസം, ടാഗോറും ഗാന്ധിജിയും തമ്മിൽ നടന്നിട്ടുള്ള സംവാദമുണ്ട്. അത് നേരിട്ടും ലേഖനങ്ങൾ വഴിയും കത്തുകൾ വഴിയും നടന്നിട്ടുള്ള സംവാദങ്ങളുണ്ട്. ബാംഗ്ലൂരുള്ള ഒരു നാടക സംഘം ഈ ടാഗോർ ഗാന്ധി കോൺട്രവേഴ്സി ഒരു നാടകമായി അവതരിപ്പിച്ചിരുന്നു. ഞാനത് സബർമതിയിൽ, ഗുജറാത്ത് വിദ്യാപീഠിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാനത് സബർമതിയിൽ അവതരിപ്പിച്ച് കണ്ടിട്ടുണ്ട്. ആ നാടക സംഘം ഇപ്പോൾ ഇല്ല. എന്തൊരു ഗംഭീരമായിട്ടുള്ള അവർ തമ്മിൽ ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാമല്ലോ, സുഭാഷ് ചന്ദ്ര ബോസ് ഗാന്ധിജി ഈ സുഭാഷിൻ്റെ ഒരു
പ്രതിയോഗിയാണ്, എതിരാളിയാണ്, സുഭാഷ് പിന്നെ തകർക്കാൻ ശ്രമിച്ച ആളാണെന്നൊക്കെ നമ്മളുടെ ആളുകൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം ഇവിടുന്ന് പോയി അവിടെ നിന്ന് റേഡിയോ സ്ഥാപിച്ചിട്ട്, ആസാദ് ഹിന്ദ് റേഡിയോ എന്ന് പറഞ്ഞ് സ്ഥാപിച്ചിട്ട് അതിൽ കൂടി സംസാരിക്കുന്ന സമയത്ത് ഗാന്ധിജിയെപ്പറ്റി പറയുന്നത് എത്ര ബഹുമാനത്തോടു കൂടിയായിരുന്നു. ഗാന്ധിജി അങ്ങ് രാഷ്ട്രപിതാവാണ്, ഈ പുതിയ രാഷ്ട്രത്തിൻ്റെ പിതാവാണെന്ന് ആദ്യം പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസാണെന്ന് നമ്മൾ ഓർക്കണം. അത് ഇന്ത്യയിൽ വെച്ചല്ല പറഞ്ഞത്, അതിന് ശേഷമാണ് പറഞ്ഞതെന്ന് ഓർക്കണം. ആ ആദരവുണ്ട്. അതുപോലെ തന്നെ ഈ അംബേദ്കർ ഗാന്ധിജിയെ ഇത്രയധികം നിശിതമായി വിമർശിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള പല കാര്യങ്ങളും ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ജേണലിൽ എടുത്തു ചേർക്കുമായിരുന്നു. എടുത്തു ചേർത്തിട്ടാണ് മറുപടി പറയുന്നത്. ഗാന്ധിജി ഏറ്റവും പരുഷമായി വിമർശിച്ചിട്ടുള്ള പല ലേഖനങ്ങളും ഗാന്ധിജി ഹരിജനാണ് അദ്ദേഹത്തിൻ്റെ ജേണലിൽ, അതിൽ റീപബ്ലിഷ് ചെയ്യുക, പുനഃപ്രസിദ്ധീകരിക്കുമായിരുന്നു എന്നുള്ളതാണ്. എന്നിട്ടതിന് അദ്ദേഹം വിശദീകരണങ്ങൾ കൊടുക്കും. അതിലൊരിക്കലും ഭയപ്പെടുന്ന ആളായിരുന്നില്ല ഗാന്ധിജി എന്നുള്ളതാണ്. അത് തന്നെയല്ല, അത്യന്തം ബഹുമാനത്തോടു കൂടിയല്ലാതെ അദ്ദേഹത്തെ ഏറ്റവും രൂക്ഷമായി വിമർശിച്ചിട്ടുള്ള ആളുകളുമായിട്ട് അദ്ദേഹം സംവദിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അവിടെ സംവാദത്തിൻ്റെ ഒരു വലിയ ഒരു മാതൃകയാണ് ഗാന്ധിജി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി, അത്ര എത്തിയില്ലെങ്കിലും അതിൻ്റെ അടുത്തെങ്കിലും എത്താനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതാണ്. ഇന്നത്തെ സംവാദങ്ങളെ അല്ലല്ലോ. അതുപോലെ ഇപ്പം ഒന്ന് ജാതി വ്യവസ്ഥയെ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾ, രണ്ട് സൗത്ത് ആഫ്രിക്കയിലായിരുന്ന സമയത്തുള്ള റേസിസ്റ്റ് ആയിരുന്നു എന്നുള്ള വിമർശനം വരുന്നു. ഇപ്പോൾ പുതുതായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യുന്നൊരു കാര്യം, ഗാന്ധിജിയാണ് ഇന്ത്യ വിഭജനത്തിന് കാരണം ഗാന്ധിജിയാണ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളാണ് വിഭജനത്തിലേക്ക് നയിച്ചത് എന്നൊക്കെ ഒരു നരേറ്റീവ് ഈ റൈറ്റ് വിങ് ഹാൻഡിലുകളിൽ നിന്ന് ധാരാളമായിട്ടുണ്ട്. അങ്ങനെ അനേകം ആരോപണങ്ങൾ, പുതിയ ആരോപണങ്ങൾ. ഇപ്പം 42-42 ക്വിറ്റ് ഇന്ത്യ സമരം വിഭജനത്തിന് കാരണമായ ഒരു ഘടകമാണെന്ന് ഇതിനു മുമ്പ് ആരും പറഞ്ഞിട്ടില്ല. ഒരു പുതുതായിട്ട് ഉയർന്നു വരുന്നൊരു സംഗതിയാണ്. നേരെ മറിച്ച് അതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത് ഈ പാകിസ്ഥാൻ മുസ്ലിങ്ങളോട് അമിതമായിട്ടുള്ള ഒരു കൺസിഡറേഷൻ, ഒരു പരിഗണന ഗാന്ധി നൽകുന്നു, അതുകൊണ്ട് അദ്ദേഹം ഒരു രഹസ്യ മുസ്ലിം പക്ഷപാതിയാണ് എന്ന ഒരു ആരോപണം. അതിന് ഉദാഹരണം, അത് സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറയുന്നത് പാകിസ്ഥാന് കൊടുക്കാനുള്ള ഷെയറിൻ്റെ ബാക്കി കൊടുക്കാമെന്ന് നേരിട്ടുള്ള പണത്തിൻ്റെ ബാക്കി കൊടുക്കണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഉപവാസം നിർത്തുന്നതിനുള്ള ഒരു ഉപാധിയായിട്ട് ഗാന്ധിജി വെച്ചു എന്നുള്ളതൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇതൊരു പുതിയ ഇതായിട്ട് വരുന്നതാണ്. അതെല്ലാം കൂടി നമുക്കൊരു പ്രത്യേക വിഷയമായിട്ട് എടുത്ത് പരിശോധിക്കേണ്ടതാണ്. കാരണം അത് ദീർഘമായ വിശദീകരണങ്ങൾ, അതിദീർഘമല്ല എങ്കിലും വളരെ ചുരുക്കി പറഞ്ഞാൽ, ഇന്ത്യ വിഭജനം അന്നത്തെ ഒരു ദേശീയ നേതൃത്വം വിചാരിച്ചാൽ ഒഴിവാക്കാൻ കഴിയുമായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് എന്തെന്നാ പറയുക, ഗാന്ധിജി വിഭജനത്തിനെതിരായിരുന്നു എന്നുള്ളത് ഓർത്തുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, അന്നത്തെ സാഹചര്യത്തിൽ വിഭജനം ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു എന്ന് കരുതാൻ ഒരു ന്യായവും കാണുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ വിഭജനത്തെ അന്ന് എതിർത്ത് നിന്നിരുന്നുവെങ്കിൽ ഈ രാജ്യം നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള രക്തച്ചൊരിച്ചിലിലേക്കും അതുപോലെ തന്നെ അരാജകാവസ്ഥയിലേക്കും നീങ്ങുമായിരുന്നു. ഒരിക്കൽ കൂടി ബ്രിട്ടീഷ് ഭരണം തുടരുന്നതിനുള്ള എല്ലാ സാഹചര്യവും നമ്മൾ ഒരുക്കുമായിരുന്നു. അതുവഴി ബ്രിട്ടീഷ് ഭരണം ചുരുങ്ങിയതൊരു 10 വർഷത്തേക്കെങ്കിലും കൂടി ഇന്ത്യയിൽ ഉറയ്ക്കുമായിരുന്നു എന്നാണ് നമ്മൾ ഊഹിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ അനുമാനിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇവരാരും, ഇപ്പോൾ പണ്ഡിറ്റ് നെഹ്റുവോ അല്ലെങ്കിൽ സർദാർ വല്ലഭായ് പട്ടേലോ മൗലാന അബുൽ കലാം ആസാദോ ഉൾപ്പെടെയുള്ള ആരെങ്കിലും ഒരു സന്തോഷത്തോടു കൂടിയല്ല അത് പലരും പറയുന്നത് പോലെ ഈ പാർട്ടീഷനെ, വിഭജനത്തെ അംഗീകരിച്ചത്. പലരും പറയുന്നത് പാകിസ്ഥാൻ പോയാലും കുഴപ്പമില്ല, എനിക്ക് പ്രധാനമന്ത്രിയാണെന്ന് നെഹ്റു വിചാരിച്ചു, അതുകൊണ്ടാണ് ഗാന്ധിജിയെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹം ഇത് ചെയ്തതെന്നൊക്കെയുള്ള ഒരു പ്രചരണം വ്യാപകമായിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഒരു പ്രധാനമന്ത്രി ആകണമെന്ന് അത്യാഗ്രഹം ഇന്നത്തെ രാഷ്ട്രീയത്തിൽ വരുന്ന ആളുകളെപ്പോലെ എങ്ങനെയും MLAയോ പഞ്ചായത്ത് മെമ്പറോ മന്ത്രിയോ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകളായിരുന്നില്ല ദേശീയ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത്. ഇന്നുള്ള ഒരു പ്രധാന പ്രശ്നം ജിജീഷ്, നമ്മൾ ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒരു ധാർമ്മിക മാനദണ്ഡം വെച്ചാണ് നമ്മൾ ദേശീയ നേതാക്കന്മാരുടെ ധാർമ്മികതയെയും അവരുടെ ആദർശബോധത്തെയും വിലയിരുത്തുന്നത് എന്നുള്ളതാണ് അപകടം. നമ്മൾ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഡഡ് ഷാഡോ ആണ് ഈ പഴയ ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്തെ നേതാക്കന്മാർ എന്ന് കരുതുന്നതിലെ ഒരു തെറ്റും മൗഢ്യവുമാണ് അങ്ങനെ പറയുന്നതിനുള്ള കാരണം എന്നാണ് ഞാൻ കരുതുന്നത്. അതെ, ഒരു കരിയറിന് വേണ്ടി രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്ന
ഇന്നത്തെ നേതാക്കന്മാരെ ആ ഒരു ചരിത്ര പുരുഷന്മാരുമായിട്ട് താരതമ്യപ്പെടുത്തുന്നതിൻ്റെ അപകടമാണ് അത്. അപകടമാണ് അതിൻ്റെ അകത്ത്. മറ്റൊന്ന്, ഗാന്ധി ഏറ്റവും കൂടുതൽ നിലകൊണ്ടിട്ടുള്ളത് രാജ്യം ഈ വർഗീയതയുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെടാനും ജനങ്ങൾ സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടെന്നും അതിനെതിരെ ഒരുപക്ഷെ ഗാന്ധി തൻ്റെ ജീവിതത്തിൽ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരം എന്ന് പറയുന്നത് നവഖാലിയിലെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളായിരിക്കും. അപ്പോൾ ഗാന്ധിജിക്ക് ഒരുപക്ഷെ വിഭജനത്തെ തടയാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം, പക്ഷേ വിഭജനത്തിന് ശേഷമുണ്ടായ രക്തച്ചൊരിച്ചിലുകളിൽ ഗാന്ധിജിയുടെ ഇടപെടലുകൾ മൂലം ഉണ്ടായിട്ടുള്ള ഒരു രക്തച്ചൊരിച്ചിൽ വന്നിട്ടുള്ള കുറവ് അത് അങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്ക് കിട്ടിയില്ല. അതാണ് പക്ഷേ ആ സമയത്ത് ഗാന്ധിജിയുടെ ഇടപെടലുകൾ എത്രമാത്രം ആ ഒരു അശാന്തിയുടെ ഒരു അന്തരീക്ഷത്തെ അല്പമെങ്കിലും സാന്ത്വനം പകരാനായിട്ട് സഹായിച്ചു എന്നുള്ളതാണ്. അല്പമല്ലല്ലോ ജിഷേ. ഇപ്പം കൽക്കട്ടയിലെ അദ്ദേഹത്തിൻ്റെ ഉപവാസത്തെ പറ്റി ഈ പറഞ്ഞിട്ടുള്ള ആളുകൾ, ഞാൻ ആ സംഭവങ്ങളൊന്നും ഇനി വിശദീകരിക്കേണ്ട കാര്യമില്ല, അതൊക്കെ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഗാന്ധിജി എന്താണ് ചെയ്തത് എങ്കിലും എനിക്ക് തോന്നുന്നത് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. കാരണം നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഇതെല്ലാം ആളുകളിപ്പോൾ ചിന്തിക്കുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ടെന്നാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്ന സംവാദങ്ങളുടെയും ഒക്കെ ഒരു പശ്ചാത്തലം നമുക്ക് തോന്നുന്നത് ആളുകളിത് അത്രമേൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നു. അപ്പം അതിൻ്റെ ഒരു ക്രൊണോളജി കൃത്യമായിട്ട് ഡേറ്റ് വൈസായിട്ടൊക്കെ എനിക്ക് ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയാൻ ഒരുപക്ഷെ സാധിക്കുമായിരിക്കില്ല. അതുകൊണ്ട് ഞാൻ അത് പറയാതെ ആ സംഭവങ്ങൾ പറയാം. ഗാന്ധിജി കൽക്കട്ടയിൽ ചെന്നു, സുഹ്രാവാർഡിയുടെ വീട്ടിൽ താമസിച്ചു. ആദ്യം ചെയ്തത് അതാണ്. അവിടെയാണ് ഈ അനിഷ്ട സംഭവങ്ങളുണ്ടാവുകയും ഹിന്ദു മുസ്ലിം സംഘട്ടനം വളരെ രൂക്ഷമാവുകയും ചെയ്തത്. ആ സമയത്ത് ഗാന്ധിജി അവിടെ താമസിക്കരുത് എന്ന് പറഞ്ഞ് ഒരു പറ്റം ആളുകൾ വന്ന് ഗാന്ധിജിയെ ആക്രമിക്കാനായിട്ട് വന്നു. ഭീകരരാത്രികളുടെ നഗരം എന്നാണ്. അതെ, എന്ന് പറഞ്ഞിരുന്നല്ലോ. അത്രയധികം സംഘർഷങ്ങളുണ്ടായി. 2 സംഘർഷമുഖങ്ങളാണെന്നുണ്ടായിരുന്നു. ഒന്ന് പഞ്ചാബും മറ്റൊന്ന് ബംഗാളുമായിരുന്നു നമുക്കറിയാം. പഞ്ചാബിലേക്ക് മൗണ്ട് ബാറ്റൻ അവിടുത്തെ അന്നുണ്ടായിരുന്ന നമ്മുടെ സേനയെ മുഴുവൻ, അന്ന് സ്പെയർ ചെയ്യാമായിരുന്ന പോലീസിനെയും പട്ടാളത്തെ മുഴുവനെയും വിന്യസിച്ചു. അവിടെ പഞ്ചാബിൽ വിന്യസിച്ചാണ് അവിടെ സമാധാനം ഉണ്ടാക്കാനായിട്ടും ഈ കലാപം തടയാനായിട്ടും ശ്രമിച്ചത്. സായുധ പട്ടാള പോലീസ് സാന്നിധ്യമായിരുന്നു എന്നുള്ളതാണ്. ബംഗാളിൽ ഗാന്ധിജിയായിരുന്നു വന്നത്. അങ്ങോട്ട് പട്ടാളത്തെ അയക്കാനായിട്ട് സാധിച്ചില്ല, അയക്കേണ്ട ആവശ്യമില്ല, പട്ടാളത്തെ വിടരുത് എന്ന് അന്ന് ഭരണകൂടത്തിലുണ്ടായിരുന്ന പട്ടേലും നെഹ്റുവും പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഗാന്ധിജി അവിടെ പോവാണ്. അവിടെ പോയിട്ട് അദ്ദേഹം ഈ ബഹളം ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ആളുകളെ കേൾക്കാൻ സന്നദ്ധനായി. ഒരു ഗാന്ധിജി ആക്രമിക്കാൻ വരുന്ന സമയത്തും ഗാന്ധിജി അക്ഷോഭ്യനായി, വൈകാരികമായി അദ്ദേഹം വളരെ ദുഃഖിതനായിരുന്നുവെങ്കിലും അദ്ദേഹം അവരെ അക്ഷോഭ്യനായി നേരിട്ടു, ധൈര്യപൂർവ്വം എന്നുള്ള അർത്ഥത്തിലാണ്. നിർഭയനായി നേരിട്ടു എന്ന് പറയണം. നേരിട്ട് അവരോട് സംസാരിക്കാൻ. അപ്പോൾ അവർ പറഞ്ഞ പല കാര്യങ്ങളുമുണ്ട്, ഗാന്ധിജിയെ പറ്റി പറഞ്ഞ കാര്യങ്ങളുമുണ്ട്. വളരെ കോപത്തോടു കൂടി, ദുഃഖത്തോടു കൂടിയൊക്കെ അവർ നേരിട്ട ദുരനുഭവങ്ങളെ പറ്റിയും ഒക്കെ പറഞ്ഞ സമയത്ത് ഗാന്ധിജി അതിന് പരിഹാരമായിട്ട് പറഞ്ഞത്, നിങ്ങൾ ഈ പൂർണ്ണമായും അക്രമം വെടിയുക എന്നുള്ളതാണ് ഇതിനുള്ള മാർഗം എന്നാണ് പറഞ്ഞത്. അത് സാധിക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ അഭ്യർത്ഥന, അപേക്ഷ, പ്രാർത്ഥന മുഴുവൻ വൃഥാവിലാവുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഗാന്ധിജി ഉപവസിച്ചത്. ഗാന്ധിജി ഉപവസിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇവിടെ പൂർണ്ണ ശാന്തി, പൂർണ്ണ സമാധാനം ഉണ്ടായെങ്കിൽ മാത്രമേ ഇവിടെ ജീവിച്ചിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് ദിവസം പറഞ്ഞല്ല അദ്ദേഹം ഉപവസിച്ചത്, അനിശ്ചിതകാല ഉപവാസമായിരുന്നു. മരണം വരെ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അത് കഴിഞ്ഞ് 3 ദിവസം കൊണ്ട് അവിടെ സമാധാനം ഉണ്ടാവുകയാണ്. സമാധാനം ഉണ്ടാവുകയും ഒറ്റ ദിവസം തന്നെ ഈ 2 വിഭാഗത്തിൽ നേതാക്കന്മാർ കൂടി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റിയുള്ള കൂടിയാലോചനകൾ ആരംഭിച്ചു. ഒറ്റ ദിവസം ഉപവാസം ആരംഭിച്ച് അന്ന് തന്നെ രാത്രി അവർ കൂടിയാലോചന ആരംഭിച്ചു. 3 ദിവസം കൊണ്ട് ഈ കലാപമുണ്ടായ സ്ഥലങ്ങൾ മുഴുവൻ ശാന്തമായും തന്നെയല്ല, അവർ കലാപത്തിന് ഉപയോഗിച്ചിരുന്ന ഈ ആയുധങ്ങൾ മുഴുവൻ, അതറിയാമല്ലോ, സിനിമയിലൊക്കെ നമ്മളത് കണ്ടിട്ടുള്ളതാണ്. ഈ ആയുധങ്ങൾ മുഴുവൻ ഗാന്ധിജിയുടെ മുമ്പിൽ അവർ സറണ്ടർ ചെയ്തു. ഗാന്ധിജി ഉപവസിക്കുന്നതിൻ്റെ കുറേ അകലെയായിട്ട് കൊണ്ടുവന്ന് ഈ ആയുധങ്ങൾ മുഴുവൻ കൂട്ടിയിട്ടു. അറ്റൻബറോയുടെ സിനിമയിൽ അത് കാണിക്കുന്നുണ്ട്. പ്രതിജ്ഞ, അവർ ഇരു കൂട്ടരും ഒപ്പിട്ട പ്രതിജ്ഞ എഴുതിയുണ്ടാക്കി, ഒരു സമാധാന പ്രതിജ്ഞ. അത് ഗാന്ധിജിയുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഗാന്ധിജി, ഞാനത് ചുരുക്കി പറയുകയാണ്, ഉപവാസം അവസാനിപ്പിച്ചു. ഈ ഉപവാസം അവസാനിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷമുണ്ടായ വിലയിരുത്തലുകളുണ്ട്. ഈ ഉപവാസത്തെ വിലയിരുത്തിയ ആളുകൾ, അതിനകത്ത് 2 കാര്യങ്ങൾ എടുത്തു പറയാം. ഒന്ന്, ഇതിനെപ്പറ്റി എഴുതിയത് ഇതൊരു എപ്പിക് ഫാസ്റ്റ് എന്നാണ്, ഒരു ഐതിഹാസികമായ മാനമുള്ള
ഒരു ഉപവാസം എന്നുള്ള അർത്ഥത്തിൽ. എപ്പിക് ഫാസ്റ്റ് ഓഫ് കൽക്കട്ട, അതാണ് ഒരു ശീർഷകം തന്നെ, ഒരു പുസ്തകം തന്നെ അങ്ങനെയുണ്ട് ഈ കൽക്കട്ട ഉപവാസത്തെ പറ്റി, ദി എപ്പിക് ഫാസ്റ്റ് എന്ന് പറയും. രണ്ടാമത്, ഗാന്ധിജിക്ക് എങ്ങനെ ഇത്രയും അക്രമോത്സുകരായ ജനങ്ങളെ, ആരെയും കൊച്ചുകുട്ടികളെ പോലും വെട്ടിക്കൊല്ലാൻ യാതൊരു മടിയും കാണിക്കാത്ത അത്ര ക്രൂരത, അത് ഫ്രൻസി എന്നുള്ള വാക്കൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഉണ്ടായ ആളുകളെ എങ്ങനെ ശാന്തരാക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ചോദ്യം വളരെ ഗൗരവപൂർവ്വം അന്ന് ചർച്ച ചെയ്തതാണ്. പ്രത്യേകിച്ച് ഈ ക്രിസ്ത്യൻ സർക്കിൾസിലെല്ലാം അത് വളരെ ഗൗരവപൂർവ്വമായിട്ടുള്ളൊരു ചർച്ച, മിഷണറികളുടെ ഇടയിൽ അത് വലിയ ഗൗരവപൂർവ്വമായ ചർച്ചയുണ്ടായി. ഇന്ത്യയിൽ മാത്രമല്ല, അമേരിക്കയിലും പോലും, ഇംഗ്ലണ്ടിലും അല്ല, അമേരിക്കയിൽ പോലും ഈ കാര്യം അവർ ചർച്ച ചെയ്തു എന്ന് പിന്നീട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്താണ് അവർ അതിനെ ഏറ്റവും സംക്ഷിപ്തമായി വിവരിച്ചുകൊണ്ടുള്ള ഒരു പ്രയോഗം അന്ന് രൂപപ്പെടുത്തിയ ഒരാൾ, എന്താണ്, അതൊരു സ്പിരിച്വൽ ആറ്റം ബോംബാണെന്ന് പറഞ്ഞു. ഗാന്ധി കൽക്കട്ടയിൽ പ്രയോഗിച്ചത് ഒരു സ്പിരിച്വൽ ആറ്റം ബോംബാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതൊരു സ്പിരിച്വൽ പവറിൽ നിന്ന് എമനേറ്റ് ചെയ്യുന്ന, പ്രസരിക്കുന്ന ഒരു ശക്തിയാണ് ഈ ആളുകളെ ഒരു സാനിറ്റിയിലേക്ക്, ഒരു സ്വബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതും അവരുടെ ഈ അക്രമോത്സുകതയെ ശമിപ്പിക്കാനും ശാന്തരാക്കാനും അവർക്ക് ഒരു തിരിച്ചറിവുണ്ടാകാനും അവരിൽ കരുണയുടെ ഒരു പ്രവാഹം ഉണ്ടാകാനായിട്ടും അവരെ സഹായിച്ചത്, അല്ലെങ്കിൽ കാരണമായത്, ഇദ്ദേഹത്തിൽ നിന്ന് ബഹിർഗമിച്ച അല്ലെങ്കിൽ പ്രസരിച്ച ഒരാത്മീയ ശക്തിയാണ് എന്നാണ് സൂചിപ്പിക്കുന്നതാണ് ഒരു സ്പിരിച്വൽ ആറ്റം ബോംബ് എന്ന് പറയുന്നത്. ഞാൻ വ്യക്തിപരമായി ഗാന്ധിജിയെ പഠിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ, ഒരു നിരീക്ഷകൻ എന്നുള്ള, വിമർശനാത്മകമായി പഠിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളതും, ഗാന്ധിജി അന്നുവരെ അനുഷ്ഠിച്ചു വന്ന ഒരു ആധ്യാത്മിക സാധനയുണ്ട്. ആ സാധനയിൽ കൂടി അദ്ദേഹം ആർജിച്ചിട്ടുള്ള ഒരു ആത്മീയ ശക്തി അല്ലെങ്കിൽ ഒരു ആധ്യാത്മിക ശക്തിയുണ്ട്. ആ ആധ്യാത്മിക ശക്തിയുടെ കരുത്താണ് വാസ്തവത്തിൽ ഈ ബംഗാളിൽ പ്രവർത്തിച്ചത് എന്നാണ് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത്. അങ്ങനെ ഉള്ള പല സന്ദർഭങ്ങളിൽ ഇത്തരത്തിലുള്ള നിർണായകമായ ഇടപെടലുകളിൽ കൂടി ഇത്തരത്തിലുള്ള അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ചരിത്രത്തിൽ എന്നുള്ളതും നമ്മൾ ഓർമ്മിക്കേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം കൂടി പറയാം, അത് മൗണ്ട് ബാറ്റൻ പറഞ്ഞൊരു കാര്യമാണ്. അത് ഈ പറയുന്ന പോലെ തന്നെ പ്രസിദ്ധമായ, വായിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, 56,000 പട്ടാളത്തിനും പോലീസിനും ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടും പഞ്ചാബിൽ നേടാൻ സാധിക്കാത്തത് ഞങ്ങളുടെ വൺ മാൻ ബൗണ്ടറി ഫോഴ്സ് എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്. നമ്മൾ പിന്നീട് അത് വൺ മാൻ ആർമി എന്നൊക്കെ പറയും. വൺ മാൻ ബൗണ്ടറി ഫോഴ്സ് ഗാന്ധിക്ക് ബംഗാളിൽ നേടാനായിട്ട് സാധിച്ചു എന്ന മൗണ്ട് ബാറ്റനെ പോലുള്ള ഒരാൾ, അദ്ദേഹം അഡ്മിറലായിരുന്നു എന്ന് ഓർക്കണം. അദ്ദേഹം ആയുധം ഉപയോഗിക്കുന്നതിൽ വിശ്വസിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തിന് പോലും പറയേണ്ടി വന്നു എന്നുള്ളതാണ്. അദ്ദേഹം അത് പറഞ്ഞു. അദ്ദേഹം അത്രയും ഒരു ആർജവമുള്ള ആളായിരുന്നു, സത്യസന്ധനായിരുന്നു എന്നുള്ളത് പറഞ്ഞു. ഇതാണ് കൽക്കട്ടയിൽ സംഭവിച്ചു എന്ന് പറയുന്നത്. ചരിത്രത്തിൽ നമ്മൾ സാധാരണ പറയില്ല, സമാനതകളില്ലാത്ത എന്ന് പറയും. ആ വാക്കും ഇതുപോലെ ഒരു അർത്ഥലോപം എന്ന വാക്കാണ്, എങ്കിലും അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരു സമാനതകളില്ലാത്ത ഒരു സംഭവമായിരുന്നു എന്നുള്ളതാണ്. തികച്ചും ആധ്യാത്മിക ശക്തിയുടെ മാത്രം അതുകൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു വലിയ പരിവർത്തനമാണ്, ഒരു ട്രാൻസ്ഫോർമേഷനാണ് അവിടെ ഉണ്ടായത് എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ധാർമ്മികവും ആത്മീയവുമായ ഒരു ശക്തി കൊണ്ട് ഇത്രമേൽ സ്വാധീനം ജനങ്ങളിൽ പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞ, ഒരുപക്ഷെ നമ്മൾ ചരിത്രത്തിൽ പ്രവാചകന്മാർക്കോ ഒക്കെ മാത്രം സാധിക്കുന്ന തരത്തിൽ, ഇപ്പോൾ ക്രിസ്തുവിനെയോ ബുദ്ധനെയോ ഒക്കെ പോലെ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ, സാധ്യമാകുമായിരുന്നൊരു ഇടപെടൽ, ഇല്ലാതായിപ്പോയൊരു ഇടപെടൽ, അത് സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ പാകിസ്ഥാനിലേക്കുള്ള യാത്രയായിരുന്നു. അങ്ങനെയൊരു യാത്ര സാധ്യമായിരുന്നെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഇന്ന് നിലനിൽക്കുന്ന ഒരു ബന്ധത്തിൽ മാറ്റമുണ്ടാകുമായിരുന്നു എന്ന് കരുതുന്നു. ഉണ്ടാകുമായിരുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാനായിട്ട് ജീഷ്. കാരണം ഒരു പക്ഷേ നമുക്കറിയാമല്ലോ, ഈ സ്വാതന്ത്ര്യ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അതിന് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നിർണായകമായ പല തീരുമാനങ്ങളും എടുത്തിട്ടുള്ള സമ്മേളനങ്ങൾ നടന്ന പ്രദേശങ്ങൾ ഈ പാകിസ്ഥാനിൽ ഉള്ള ഇന്നത്തെ പാകിസ്ഥാനിലുള്ള പ്രദേശങ്ങളാണെന്ന് നമുക്കറിയാം. അങ്ങനെ
ഈ പാകിസ്ഥാൻ എന്ന് നമ്മൾ വിളിക്കുന്നത് ഇന്ത്യയുടെ തന്നെ ഭാഗമായിരുന്നല്ലോ. അവിടുത്തെ ആളുകൾ മുഴുവൻ ഒരു ദേശരാഷ്ട്രത്തിൽ വന്നില്ലെന്നുള്ളതേ ഉള്ളൂ. ഒരു വിശാലമായ അർത്ഥത്തിൽ ഒരു രാഷ്ട്രത്തിൻ്റെ ഭാഗങ്ങളായിരുന്ന ആളുകളില്ല, സഹോദരങ്ങളായിരുന്നല്ലോ. അവരൊരുമിച്ചാണല്ലോ ഈ സമരമെല്ലാം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ പോയിരുന്നെങ്കിൽ, ഗാന്ധിജിക്ക് അവിടെ പോകാനായിട്ട് സാധിക്കുമായിരുന്നു എന്നുണ്ടെങ്കിൽ, നിശ്ചയമായിട്ടും ഈ പാകിസ്ഥാനുമായിട്ടുള്ള ഇന്നത്തെ രീതിയിലുള്ള വളരെ നിഷേധാത്മകമായിട്ടുള്ള ശത്രുതാപരമായിട്ടുള്ള ഒരു ബന്ധമല്ലായിരുന്നു രൂപപ്പെട്ടു വരുന്നത് എന്ന് വേണം നമുക്ക് ന്യായമായും ഊഹിക്കാനായിട്ട്. നമുക്കതൊരു ഇൻഫറൻസ് എന്നുള്ള നിലയിൽ, ഒരു അനുമാനം എന്നുള്ള നിലയിൽ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. സംഭവിക്കാത്തൊരു കാര്യമല്ലേ. ഞാൻ ആത്മാർത്ഥമായും വിശ്വസിക്കുന്നത് അങ്ങനെയാണെന്നുള്ളതാണ്. അത് വലിയൊരു ദുരന്തമായി പോയി എന്ന് വേണം വിചാരിക്കാനായിട്ട്. ആ വെളിച്ചം അതിനു മുമ്പ് അത് തല്ലിക്കിടത്തി നമ്മൾ. അതാണ് കാരണം. അതും ഈ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ശക്തികൾ ഭയപ്പെട്ടിരുന്നൊരു കാര്യം അതാണ്. കാരണം ഭാവിയിൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗമായി തീരണം എന്നാണല്ലോ അവരിപ്പോഴും അതാണല്ലോ പറയുന്നത്. ഇപ്പം നാഥുറാം ഗോഡ്സെയുടെ ചിതാഭസ്മം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ആഗ്രഹമായിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇത് അഖണ്ഡ ഭാരതം രൂപപ്പെട്ട് കഴിയുമ്പോൾ അന്ന് അത് ഈ പവിത്ര നദിയിൽ ഒഴുക്കണം എന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ. അതിനുവേണ്ടി ഇന്ന് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. അഖണ്ഡ ഭാരതം ഉണ്ടാകുമെന്നാണ്. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനും, ഇന്നത്തെ പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു മിത്തിക്കൽ അഖണ്ഡ ഭാരത സങ്കല്പം എന്ന് പറയുന്നതുണ്ടല്ലോ. അതൊരു വലിയ വികാരമായി സൂക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിജി അന്ന് പാകിസ്ഥാനിൽ പോയി പാകിസ്ഥാനുമായിട്ട് ഒരു നല്ല ബന്ധം സ്ഥാപിക്കേണ്ടതല്ല അന്നത്തെ ആവശ്യം. അന്നത്തെ ഒരു ടെമ്പോ അതായിരുന്നല്ലോ. അതുകൂടി അത് പ്രഖ്യാപിതമായ ഒരു കാരണമല്ലെങ്കിലും അതുകൂടി ഒരു കാരണമായിരുന്നിരിക്കണമെന്ന് വേണം നമുക്ക് ഊഹിക്കാനായിട്ട്. ഗാന്ധി വധത്തിലേക്ക് നയിച്ച ആ വിഷം, അപ്പോൾ നെഹ്റു പറഞ്ഞത് ആ വിഷം എല്ലായിടത്തേക്കും ബാധിക്കാതെ സൂക്ഷിക്കേണ്ട ഒരു കടമ, അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു കടമ നമുക്കുണ്ട് എന്ന് അദ്ദേഹം ഗാന്ധിയുടെ മരണത്തെ തുടർന്ന് നൽകിയ സന്ദേശത്തിൻ്റെ ഭാഗമായി പറയുന്നുണ്ട്. എന്നാൽ ആ വിഷം ഇന്ന് നമ്മുടെ അടുക്കളയിലെ ഫ്രിഡ്ജിലെ മാംസത്തിൻ്റെ സ്വഭാവം വരെ പരിശോധിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു. ഗാന്ധി വധത്തിലേക്ക് നയിച്ച ഒരു സംഭവത്തെക്കുറിച്ച് കൂടി ചരിത്രം ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലയിൽ സൂചിപ്പിച്ചു പോകാമെന്നായിരുന്നു. ഗാന്ധി വധത്തിലേക്ക് നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് ഞാൻ പരിഗണിക്കുന്നത് ഗാന്ധിജിയുടെ സാന്നിധ്യം. ഈ ഹിന്ദുത്വവാദികൾക്ക് അവരുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് പൂർണ്ണമായും തടയുന്ന ഒരു ശക്തിയായിട്ട് അവർ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞത്, ഗാന്ധിജിയെ തുരത്താൻ ശ്രമിക്കുന്ന ആളുകളിൽ ഗാന്ധിജി ഏറ്റവും നന്നായി മനസ്സിലാക്കിയിട്ടുള്ളവർ വാസ്തവത്തിൽ ഈ ഹിന്ദുത്വവാദികളാണ്. ഗാന്ധിജിയുടെ പൈതൃകത്തിൻ്റെ കരുത്തെന്താണ്, ഗാന്ധിജിയുടെ ഓർമ്മ പോലും നിലനിൽക്കുമ്പോൾ അവർക്ക് അവരുടെ ഈ അജണ്ട വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല എന്ന് അവർ കരുതുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഗാന്ധിജിയുടെ ഓർമ്മയെ തന്നെ ഇവിടെ നിന്ന് തൂത്തെറിയാനായിട്ട് ശ്രമിക്കുന്നതും തലസ്ഥാനത്ത് സവർക്കറെ ഗാന്ധിജിക്കെതിരെ പ്രതിഷ്ഠിക്കുന്നതിന് ശ്രമിക്കുന്നതും നമ്മൾ അറിയേണ്ടതാണ്. അതാണ് ഒരു കാരണം, അതിനകത്ത് അടിസ്ഥാനപരമായ ഒരു കാരണം അതാണ്. പിന്നെ ഈ പറയുന്ന അത് വിശദീകരിക്കുന്ന ഡീറ്റെയിൽസ് എന്ന് നമ്മൾ പറയുമല്ലോ, ഡീറ്റെയിൽസാണ് പിന്നെയുള്ളത്. അതിനനുബന്ധമായി ചേർക്കാവുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഇതിന് ഉപോദ്ബലകമായി അവരുടെ ഈ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് അവർ കാണുന്നത്. അത്തരം സംഭവങ്ങളാണ് നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ പൊതുവേ നോക്കുമ്പോൾ. ഇപ്പോൾ ഗാന്ധിജി അഭയാർത്ഥികളായി വരുന്ന മുസ്ലിങ്ങളോട് കൂടുതൽ പരിഗണന കാണിക്കുന്നു എന്നങ്ങനെ പറയുകയാണ്. ഗാന്ധിജി ദുരിതം അനുഭവിക്കുന്ന എല്ലാവരോടും ഒരേപോലെ എല്ലാവരെയും കാണുന്നതാണ്. പക്ഷേ ഒരു മൈനോറിറ്റി എന്നുള്ള നിലയിൽ അന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന ഒരു വിഭാഗമാണ് അവർ എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഗാന്ധി സിനിമയിൽ തന്നെ കാണിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ ഒരാൾ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടിയെ കൊന്നുകളഞ്ഞു എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ഗാന്ധിജിയോട് ചോദിക്കുമ്പോൾ പറയും, നിങ്ങൾ മറ്റേ മതത്തിൽപ്പെട്ട ഇതുപോലെ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട അനാഥനായ ഒരു കുട്ടിയെ സ്വന്തം കുട്ടിയായിട്ട് ദത്തെടുത്ത് അല്ലെങ്കിൽ സ്വീകരിച്ച് അവനെ വളർത്തണം എന്നാണ് പറയുന്നത്. അങ്ങനെ പറയാൻ ആർക്ക് സാധിക്കും ചേച്ചി? ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവരുടെ ഈ വിശ്വാസം, അതായത് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ രൂപപ്പെടുന്ന ഒരു സൗഹാർദ്ദം, ഒരു സമുദായ മൈത്രി എന്ന് പറയുന്നതുണ്ട്, ഒരു ഹാർമണി ആയിട്ട് മാറും അത്.
ഒരു ലയമായി തീരുമത്. അങ്ങനെ തീരുന്നത് ഇവരുടെ സ്വപ്ന സാക്ഷാത്കാരത്തെ തകർത്ത് കളയും എന്നറിയാമായിരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള കൊച്ചു ഇൻസ്റ്റൻസസ് ഉണ്ട്. ഇപ്പോൾ ഗോഡ്സെ അദ്ദേഹത്തിൻ്റെ കോടതിയിലെ സ്റ്റേറ്റ്മെൻറ്റിൽ എടുത്തു പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ. ആ എടുത്തു പറയുന്ന കാര്യങ്ങളിൽ ഒരു കാര്യം ഇതാണല്ലോ, ഗാന്ധിജി മുസ്ലിങ്ങളോട് കാണിച്ച് മുസ്ലിം പക്ഷപാതം എന്ന് പറയുന്നതാണ്. പിന്നെ അദ്ദേഹം പാകിസ്ഥാൻ രൂപീകരണത്തിന് എതിരെ അദ്ദേഹം നിരാഹാരം അനുഷ്ഠിച്ച് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളത് വേറൊരു വാദമാണല്ലോ. മൂന്നാമത് അദ്ദേഹം പറയുന്നത് ഈ പണം കൊടുക്കണം എന്ന് പറയുന്ന, പാകിസ്ഥാന് കൊടുക്കാനായിട്ട് നമ്മൾ കരാറിൽ ഒപ്പിട്ട് സമ്മതിച്ച തുകയുടെ ബാക്കി കൊടുക്കണം എന്നുള്ളതൊരു വ്യവസ്ഥയായിട്ട് അദ്ദേഹം ഇതിനകത്ത് വെച്ചു എന്നുള്ളതാണ്. ഇത്തരം സംഭവങ്ങൾ ഓരോന്നും ഇവരുടെ ഈ സ്വപ്ന സാക്ഷാത്കാരത്തെ ഗാന്ധിജിയുടെ സാന്നിധ്യം തകർത്ത് കളയുമെന്നുള്ള തോന്നൽ അവരിൽ ശക്തിപ്പെടുത്തി എന്നുള്ളതാണ് കാരണം. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാനത് അവസാനിപ്പിക്കാം. ഈ അക്രമത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ഒരു വിശ്വാസം, ഒരു മൗഢ്യം എന്ന് പറയുന്നത് അവർ സങ്കല്പിക്കുന്ന ഒരാശയത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയെ തകർത്താൽ അതോടുകൂടി ആ ആശയം സമ്പൂർണ്ണമായി തകർക്കപ്പെടും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതിന്നും നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇപ്പം ഉസാമ ബിൻ ലാദനെ വധിച്ചാൽ ഉസാമ ബിൻ ലാദൻ പ്രതിനിധീകരിക്കുന്ന ഒരു വിശ്വാസ പ്രമാണത്തെയോ അല്ലെങ്കിൽ ഒരാശയത്തെയോ അല്ലെങ്കിൽ ഒരു പ്രത്യയശാസ്ത്രത്തെയോ തകർക്കാൻ സാധിക്കും. അങ്ങനെ ഉള്ളൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് അയാളെ കണ്ടുപിടിച്ച അയാളെ, ഇപ്പോൾ ഏതാനും ജന്മികളെ വധിച്ചാൽ ജന്മിത്വം അവസാനിക്കും എന്ന് വിശ്വസിച്ച് ജന്മികളെ കണ്ടെത്തി അവരെ കൊന്നിട്ടുള്ള നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ നടന്നിട്ടുള്ളതാണ്. ജന്മിത്വം അവസാനിപ്പിക്കുന്നതിന് എന്ത് വേണം? ജന്മികളെ നശിപ്പിക്കണം. മുതലാളിത്വം അവസാനിപ്പിക്കാൻ മുതലാളികളെ നശിപ്പിക്കണം എന്ന് പറഞ്ഞ് വ്യക്തികളിലേക്ക് ഇവരുടെ ശ്രദ്ധ തിരിക്കുക. അവരെ ഇല്ലാതെ ചെയ്താൽ ഈ ആദർശം അല്ലെങ്കിൽ ഈ വ്യവസ്ഥിതി അതോടുകൂടി തകരും എന്ന് സങ്കല്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതുപോലെ ഇവർക്ക് പറ്റിയവരാണ് ഗാന്ധി പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങളെ ഗാന്ധിയെ കായികമായി ഇല്ലാതാക്കിയാൽ അതോടുകൂടി അവർക്ക് സമ്പൂർണ്ണമായും ഹനിക്കാൻ സാധിക്കും, ഇല്ലാതാക്കാൻ സാധിക്കും എന്നുള്ള ഒരു മൗഢ്യം ഇവരെ എല്ലാവരെയും ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇത് നടത്തിയ ഗോഡ്സെയെ മാത്രമല്ല, അതിന് പ്രേരണ കൊടുത്ത, പിന്തുണ കൊടുത്ത ആളുകളെല്ലാം ആ ഒരു മൗഢ്യം ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അത് വന്നിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നു. ജിജീഷ്, നമ്മൾ കാണേണ്ടത് ഈ ഗാന്ധി വിരോധം എന്ന് പറയുന്നത് ഇന്നും ഫിസിക്കലായിട്ട് ഗാന്ധിയെ വധിക്കാൻ കിട്ടാത്തത് കൊണ്ട് ഗാന്ധിജിയുടെ ഒരു പടം ഭിത്തിയിൽ തൂക്കിയിട്ട് അതിലേക്ക് വെടിവെച്ചും ഗാന്ധിജി 3 വെടിയുണ്ട മാത്രമല്ല 4മതൊരു വെടിയുണ്ട കൂടി പതിച്ചിരുന്നു എന്നും, അത് ഗോഡ്സെയുടെ തോക്കിൽ നിന്ന് പോയതല്ല, വേറെ ഏതോ ഒരു അജ്ഞാതൻ്റെ തോക്കിൽ നിന്ന് പോയതാണെന്നും, അത് നെഹ്റു നിയോഗിച്ച ഒരാളാണെന്നും ഒക്കെയുള്ള ഒരു നാരറ്റീവ്, ഒരു പുതിയ നാരറ്റീവ് ഇപ്പോൾ വരുന്നുണ്ടല്ലോ. നമ്മൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ അതേ പറ്റിയിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ചരിത്രത്തെ ഇവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും പ്രത്യയശാസ്ത്രങ്ങൾക്കും വേണ്ടിയിട്ടുള്ള കെട്ടുകഥകൾ കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചരിത്ര പുരുഷന്മാരതിനകത്ത് ഇപ്പോൾ ഗാന്ധി വധത്തെക്കുറിച്ച് പാഠപുസ്തകങ്ങളിൽ നിന്ന് ഗാന്ധി വധത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നീക്കം ചെയ്യുന്ന കാഴ്ചയാണ്. അത്തരത്തിലൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും അതുകൊണ്ട് മാഞ്ഞു പോകുന്നതല്ല ഗാന്ധിയുടെ ഒരു പ്രപഞ്ചവീക്ഷണവും അദ്ദേഹത്തിൻ്റെ ഒരു ദർശനവും എന്നുള്ളതാണ്. എന്നും അടിച്ചമർത്തപ്പെട്ട മനുഷ്യർക്കൊപ്പം, മർദ്ദിതർക്കൊപ്പം നിലകൊള്ളുവാൻ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സമരങ്ങൾ മുതൽ അദ്ദേഹത്തിൻ്റെ എല്ലാ നിലപാടുകളിലും അവരിപ്പോൾ അവസാനം പാകിസ്ഥാന് നൽകേണ്ട പണം നൽകണമെന്നുള്ള ആവശ്യം വരെ ഇപ്പോഴത്തെ സമകാലികമായൊരു കാര്യത്തിൽ പരിശോധിച്ച് പലസ്തീൻ വിഷയത്തിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാട്, ഇപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടിൻ്റെ ഒരു പിന്തുടർച്ചയായിട്ട് കൊണ്ടുവിടുകയാവണം ഏറ്റവും അവസാനം ഇസ്രായേലിനെ ഒരു രാജ്യമായി അംഗീകരിച്ച രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. അപ്പോൾ ഒരു അന്താരാഷ്ട്ര രംഗത്ത് അദ്ദേഹം സ്വീകരിച്ച ചില നിലപാടുകൾ കൂടി ഒന്ന് പരിശോധിച്ച് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഗ്ലോബൽ ഇൻഫ്ലുവൻസ് കൂടി ഒന്ന് പരിശോധിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം തോന്നുന്നു. ജിഷ, നമ്മൾ ഗാന്ധി സാഹിത്യം വായിച്ചാൽ അദ്ദേഹം ഈ ഇൻ്റർനാഷണൽ റിലേഷൻസിനെ സംബന്ധിച്ചും അന്തർദേശീയ പ്രശ്നങ്ങളെ സംബന്ധിച്ചും കാലാകാലങ്ങളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വായിച്ചാൽ നമ്മൾ വിസ്മയിച്ചു പോകും. അത്ര സൂക്ഷ്മമായിട്ട് ഈ അന്തർദേശീയ വിഷയങ്ങൾ ശ്രദ്ധിച്ച് അതേപ്പറ്റി കമൻറ്റുകൾ, നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള, അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ള ആളായിരുന്നു ഗാന്ധി എന്നുള്ളതാണ്.
അതാ ഞാൻ പൊതുവേ ഒരു കാര്യം അങ്ങനെ പറഞ്ഞ് വിടുകയാണ് ചെയ്യുന്നത്. മറ്റൊരു സംഗതി, ഇപ്പം ഒരു മതാധിഷ്ഠിത രാഷ്ട്രം, ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് ഉണ്ടാകുന്നത് എത്ര കണ്ട് അപകടകരമാണ് എന്നുള്ളത് ഗാന്ധിജിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതിൻ്റെ അപകടങ്ങളെപ്പറ്റി മറ്റാരേക്കാൾ കൂടുതൽ വ്യക്തതയുള്ള ആളായിരുന്നു ഗാന്ധിജി. അതുകൊണ്ടാണ് ഗാന്ധിജി ഈ മതത്തിൻ്റെ പേരിൽ പാകിസ്ഥാൻ രൂപീകരിക്കരുതെന്നും മതത്തിൻ്റെ പേരിൽ ഈ പലസ്തീൻ, അവിടെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഉണ്ടാകരുതെന്നും പറഞ്ഞത്. രണ്ടാമത് അതിൻ്റെ ഒരു അനുബന്ധമായിട്ട് ചേർത്ത് പറയേണ്ട, ഓർമ്മിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഗാന്ധിജി ഈ ഇന്ത്യയിൽ തന്നെയുള്ള വിവിധ ജനവിഭാഗങ്ങളെല്ലാവരും യോജിച്ച് നിന്ന്, ഇപ്പം ഇവിടുത്തെ ഇൻക്ലൂഡിങ് ആംഗ്ലോ ഇന്ത്യൻസ് ആയിട്ടുള്ള അവരുൾപ്പെടെയുള്ള ആളുകൾ, ബ്രിട്ടീഷുകാരെ പറ്റി ഗാന്ധിജി പറഞ്ഞല്ലോ, ഇന്ത്യൻ സംസ്കാരം, ഇന്ത്യൻ രീതികൾ അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഇവിടെയുള്ള യൂറോപ്യൻസ് ആരും സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യ വിട്ട് പോകേണ്ട കാര്യമില്ല, അവരിവിടെ തുടരണം എന്ന് പറഞ്ഞയാളാണ് ഗാന്ധിജി. കാരണം അങ്ങനെയാണ് പുതിയ ലോകത്ത് പുതിയ ദേശരാഷ്ട്രങ്ങൾ രൂപപ്പെടേണ്ടത്. ഏതെങ്കിലും ഒരു സിംഗിൾ എത്നിസിറ്റിയുടെയോ അല്ലെങ്കിൽ ഒരു ഏക മതത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല, അത് വളരെ ഇൻക്ലൂസീവ് ആയിരിക്കും എന്ന് വ്യക്തതയുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് യഹൂദന്മാരോട് ഗാന്ധിജി പറഞ്ഞത് എന്താണ്? നിങ്ങളിപ്പോൾ എവിടെ ആയിരിക്കുന്നുവോ അവിടെ ദീർഘകാലമായി താമസിക്കുകയും അവരുടേതായിട്ടുള്ള സംഭാവനകൾ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗമാണ് യഹൂദന്മാരെന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടി ഒരു സ്ഥലത്ത് വന്ന് കൂടി ഒരു പുതിയ രാഷ്ട്രം ഈ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ഇപ്പോൾ ഡൊമിസൈലായിരിക്കുന്ന സ്ഥലങ്ങൾ അവിടെ തുടർന്ന് താമസിച്ച് ആ രാഷ്ട്രത്തെ ശക്തിപ്പെടുത്താനായിട്ട്, അതുവഴി ഈ മാനവരാശിക്ക് സേവനങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന പ്രവൃത്തി തുടരുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് അന്ന് ഇതേപ്പറ്റി അഭിപ്രായപ്പെട്ട സംഗതി. ഗാന്ധിജിയുടെ കൂടെ തെക്കേ ആഫ്രിക്കയിലുണ്ടായിരുന്ന ആളുകൾ വഴി ഈ ഗാന്ധിജിയുടെ ഒരു പിന്തുണ ഈ ഇസ്രായേൽ രൂപീകരണത്തിന് ലഭിച്ചാൽ അന്തർദേശീയമായി അതിന് കിട്ടുന്ന ഒരു സ്വീകാര്യതയെപ്പറ്റി ഇവർക്ക് യഹൂദന്മാർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കല്ലൻബാക്കിനെയൊക്കെ അയച്ച് ഇദ്ദേഹത്തിന് ഗാന്ധിജിയുടെ ഒരു പിന്തുണ ഇതിന് നേടാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ ഗാന്ധിജി ആ കാര്യത്തിൽ വ്യക്തിപരമായ സൗഹൃദമൊന്നും ഒരു പ്രശ്നമാക്കി, ഒരു പരിഗണന വിഷയമായി എടുത്തില്ല എന്നുള്ളതാണ്. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു നിലപാടെടുക്കുന്ന, ഇൻക്ലൂസിവിസം എന്ന് പറയുന്നത് ഒരു വീക്ഷണത്തിൻ്റെ ഭാഗമായി സ്വീകരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം മറിച്ച് ഒരു അഡ്വൈസ്, ഒരു ഉപദേശം കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയാനോ സാധിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഗാന്ധിജിയുടെ ഒരു സ്വീകാര്യത എന്ന് പറയുന്നതുണ്ട്. അത് ഞാൻ ഈ പറയുന്ന രീതിയിൽ ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ സഞ്ചരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നേരിട്ട് പ്രത്യക്ഷത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇവിടെ എത്ര കണ്ട് അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് ഗാന്ധിയെ പുറത്താക്കാൻ ശ്രമിക്കുന്നു, ബഹിഷ്കരിക്കാൻ ശ്രമിക്കുന്നു, തമസ്കരിക്കാൻ ശ്രമിക്കുന്നുവോ, അതിനേക്കാളൊക്കെ എത്രയോ ശക്തിയോടുകൂടിയാണ് അന്തർദേശീയമായി അദ്ദേഹം സ്വീകരിക്കപ്പെടുന്നത്, സ്വാഗതം ചെയ്യപ്പെടുന്നത് എന്ന് നേരിട്ട് കാണാവുന്നു. ലോകത്തിപ്പോൾ നടക്കുന്ന, ഇപ്പോൾ ഇന്ത്യയിലെ പോലെ തന്നെ ലോകത്തിപ്പോൾ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിരോധ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ആവാസ വ്യവസ്ഥകളിൽ നിന്ന് ജനങ്ങൾ കുടിയിറക്കപ്പെടുന്നതിനെതിരെ നടക്കുന്ന പ്രതിരോധങ്ങളാണ്. പ്രത്യേകിച്ചും ഈ ഇൻഡിജിനസ് കമ്മ്യൂണിറ്റീസുണ്ട് അവരുടെ സ്ഥലങ്ങളിൽ, അത് വിവിധ കോണ്ടിനെൻറ്റുകളിൽ അത് നടക്കുന്നുണ്ടെന്നുള്ളതാണ്. കാരണം ഈ പുതിയ ലോകക്രമം വന്നതോടുകൂടി, കോർപ്പറേറ്റോക്രസി വന്നതോടുകൂടിയിട്ട് ഈ വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നതിൻ്റെ ഒരു തോത് മറ്റേത് കാലത്തേക്കാൾ കൂടുതൽ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഡിജിനസ് ആയിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ചും ഇന്ന് കൂടുതൽ അവർ വിക്ടിമൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അവിടെയെല്ലാം പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഉദാഹരണങ്ങൾ പറയാം. എനിക്ക് ഏറ്റവും കൂടുതൽ പരിചിതമായ 2 സ്ഥലങ്ങൾ എന്ന് പറയുന്നത് മെക്സിക്കോയും US-ലെ ഇൻഡിജിനസ് ആളുകൾ, ഈ നേറ്റീവ് അമേരിക്കൻസ് താമസിക്കുന്ന സ്ഥലങ്ങളുമാണ്. അവിടെ ഈ നേറ്റീവ് അമേരിക്കൻസിൻ്റെ സൗത്ത് ഡക്കോട്ട എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്താണ് അവരുടെ സീക്രട്ട് ലാൻഡ് ഉള്ളത്. മിസിസിപ്പിയുടെ വടക്കേ കരയിലാണ്. സൗത്ത് ഡക്കോട്ട കഴിഞ്ഞാൽ പിന്നെ നോർത്ത് ഡക്കോട്ട, അത് കഴിഞ്ഞ് കാനഡയാണ്. അപ്പോൾ കാനഡയിൽ നിന്നൊരു പൈപ്പ് ലൈൻ ഈ ഇവരുടെ ഹോളി ലാൻഡ്സ് കീറി 2 അതിലെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു.
അതിനെതിരെ അവിടുത്തെ ആളുകൾ നടത്തിയിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുണ്ട്. ഞാനവിടെ പോയി ആ പ്രതിരോധ സമരങ്ങളിൽ നേരിട്ട് കാണുക മാത്രമല്ല പങ്കെടുത്തിട്ടുള്ള ആളാണ്. ഒരു വിദേശത്തു നിന്നുള്ള ഒരാൾക്ക് പങ്കെടുക്കാവുന്ന ആ തോതനുസരിച്ച് ഉള്ള അതിൻ്റെ നിയമപരമായ പരിധികളൊക്കെ ലംഘിക്കാതെ ഞാൻ പങ്കെടുത്തിട്ടുള്ള ആളെന്നുള്ള നിലയിൽ പറയുകയാണ്. അവർ തികച്ചും അക്രമരഹിതമായി, ഗാന്ധിയാണ് അവരുടെ മാതൃക എന്ന് പറയുന്നത്. അവർ പാട്ടുകൾ പാടുകയും ഈ പട്ടാളക്കാർ പിടിക്കുന്ന തോക്കിൽ അവർ റോസാപ്പൂ കൊണ്ടുവന്ന് കുത്തിക്കൊടുക്കുകയാണ്. എന്നിട്ട് അവരോട് പറയാണ്, വി ലവ് യു, ഐ ലവ് യു, ഡു യു ലവ് മീ എന്ന് ചോദിക്കുകയാണ് ഈ പട്ടാളക്കാർ. തോക്കുമായിട്ട് ഇവർ വെടിവയ്ക്കാൻ നിൽക്കുന്നവരോട് നിർഭയരായിട്ട് ചെന്നിട്ട് ചോദിക്കുകയാണ്. അവർക്ക് വലിയൊരു ഇൻസ്പിറേഷൻ ഗാന്ധിയൻ നോൺ വയലൻസ് ആണ്. ഞാനത് നേരിട്ട് കാണുന്നയാളാണ്. മെക്സിക്കോയിൽ അവിടുത്തെ ഇൻഡിജിനസ് പീപ്പിൾ, മായൻസ്, ആസ്റ്റക്കുകൾ, അതുപോലെ തന്നെ നൊവാട്ടിൽസ്, അങ്ങനെയുള്ള വിഭാഗങ്ങളുണ്ട്. അവരൊക്കെ അവരുടെ ഈ ഭൂമി സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തുന്ന സമരങ്ങളിൽ അവർ ഗാന്ധിയാണ് അവരുടെ ഒരു മാതൃകയായിട്ട് അവർ പിടിക്കുന്നത്. നോൺ വയലൻ്റ്, എല്ലായിടത്തും നോൺ വയലൻറ്റ് സമരങ്ങളാണ്. ഞാൻ ഈയിടെ ബ്രസീലിൽ പോയിരുന്നു. ബ്രസീലിലെ ഒരു വലിയ ഭാഗം ആമസോൺ കാടുകളാണെന്ന് നമുക്കറിയാം. ആമസോൺ കാടുകൾ പലതരത്തിൽ ഇന്ന് ആക്രമണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ്. ഒന്ന്, അവിടുത്തെ ടിമ്പർ ഇറക്കിക്കൊണ്ട് പോകുന്ന ടിമ്പർ മാഫിയ, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സായുധ മാഫിയ ഉണ്ട് അവിടെ. അത് പോലീസ്, ഈ പട്ടാളമൊന്നും അവരെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. അതിനെതിരെ നടക്കുന്ന പ്രതിരോധമുണ്ട്. നോൺ വയലൻ്റ് ആയിട്ടുള്ള പ്രതിരോധമാണ്. അവർ വിക്ടിമൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അവരുടെ ആളുകളെ വെടിവെച്ച് കൊല്ലുകയാണ് ഈ മാഫിയക്കാർ ചെയ്യുന്നത്. അതുപോലെ ഞാൻ പാനമ സിറ്റിയിൽ നിന്ന് റിയോ ജനീറോയിലേക്ക് പറക്കുന്ന സമയത്ത് എൻ്റെ വിൻഡോ സീറ്റിലിരുന്ന് എൻ്റെ സുഹൃത്ത് മാറി എന്നോട് താഴോട്ട് നോക്കാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ പുക കാണാം നമുക്ക്. ആമസോൺ കാടുകൾ കത്തിക്കുകയാണ്. കത്തിക്കുന്ന എന്തിനാണ്? അവിടെ കാറ്റിൽ ഫീഡിന് ആവശ്യമായിട്ടുള്ള പുല്ല് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ കത്തിക്കുന്നത്. ഈ കോർപ്പറേറ്റുകളുടെ ഒരു പരിപാടിയാണ് നമ്മൾ അറിയുന്നത്. അവിടെയെല്ലാം നടക്കുന്ന പ്രതിരോധം അക്രമരഹിതമായിട്ടുള്ള പ്രതിരോധമാണെന്നുള്ളതാണ്. നമ്മൾ സിയാറ്റിലിൽ കണ്ടതാണല്ലോ. സിയാറ്റിലിൽ വാഷിങ്ടൺ DC അവർ നടത്തിയ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഒരു പടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ഗാന്ധിജിയുടെ പടമായിരുന്നുള്ളതാണ്. ഇന്ന് ഗാന്ധിയൻ നോൺ വയലൻസിനെ പറ്റി പഠിക്കുന്നതിന് ഈ രാജ്യത്തെല്ലാം പഠന കളരികൾ, അവർ ശിബിരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്, വർക്ക്ഷോപ്പുകൾ. ഞാൻ പോയി അതിൽ പങ്കെടുക്കാറുള്ള ആളെന്നുള്ളതിൽ പറയുകയാണ്. അതുകൊണ്ട് ഗാന്ധിജിക്ക് സാർവദേശീയമായിട്ട് കിട്ടുന്ന സ്വീകാര്യത എന്ന് പറയുന്നത് എല്ലാ കാലത്തേക്കാൾ കൂടുതൽ ഇന്ന് വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ സത്യാഗ്രഹത്തെപ്പറ്റി പഠിക്കുന്നതിനും അത് പ്രചരിപ്പിക്കുന്നതിനും വേണ്ടി ഈ സൗത്ത് ഡെക്കോട്ടയിലെ ഏറ്റവും കൂടുതൽ ഈ നേറ്റീവ് അമേരിക്കൻസ് ഉള്ള ഒരു സംസ്ഥാനമാണ്. അവിടെ ആരംഭിച്ചിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് അവർ കൊടുത്ത പേര് സത്യാഗ്രഹ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ്. അവർക്ക് സത്യാഗ്രഹം എന്ന് പറയാനറിയാൻ പാടില്ല ശരിക്കും. എങ്കിലും അവർ നിർബന്ധിച്ചു. ഞാൻ അവരോട് പറഞ്ഞപ്പോൾ നിങ്ങളെങ്ങനെ അത് സാരമില്ല, ആ വാക്ക് തന്നെ വേണമെന്ന് പറഞ്ഞു. സത്യാഗ്രഹ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പോയാൽ കാണാം, www.satyagrahainstitute.org എന്ന് അടിച്ചാൽ അവരുടെ ഡീറ്റെയിൽസ് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ അന്തർദേശീയ തലത്തിൽ നമ്മൾ കാണുന്ന ഒരു വസ്തുത ഇതാണെന്നുള്ളതാണ്. ഇതാണ് ചിത്രം. നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയത്തിലേക്ക് കടന്നെന്ന് തോന്നുന്നു. അവസാനമായി, അപ്പോൾ താങ്കളുടെ ഇത്രയും നാളത്തെ ഗാന്ധി ദർശനവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാലം ഗാന്ധിയെക്കുറിച്ച് പഠിപ്പിക്കുകയും സംസാരിക്കുകയും ആഗോളതലത്തിൽ തന്നെ വിവിധ ഗാന്ധിയൻ പ്രസ്ഥാനങ്ങളുടെ ഭാഗമാവുകയും ചെയ്ത വ്യക്തി എന്ന നിലയിൽ അവസാനമായി ശ്രോതാക്കളോട് എന്താണ് പറയാനുള്ളത്? ശ്രോതാക്കളോട് പറയാനുള്ളത്, ഗാന്ധിയെ മനസ്സിലാക്കിയിട്ടില്ലാത്ത, വായിക്കുകയോ പഠിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ആളുകൾ അതിന് ശ്രമിക്കണം. ഗാന്ധിജിയെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. ഗാന്ധിജിയെ എതിർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എതിർക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഗാന്ധിജി തന്നെ തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് വിമർശനാത്മകമായി ഗാന്ധിയെ പഠിക്കുകയും, ഗാന്ധിജി തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, അത് പറഞ്ഞാൽ ആ ചോദ്യത്തിൻ്റെ ഏറ്റവും ഉചിതമായ മറുപടി ആയിരിക്കും. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വിമർശനാത്മകമായി നിരീക്ഷിക്കുകയും അതിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കാവുന്നതായിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിച്ച് അതിനെ പ്രാവർത്തികമാക്കുകയും, ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തെറ്റാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് സമാഹരിക്കാൻ സാധിക്കുന്ന മുഴുവൻ ശക്തിയും സമാഹരിച്ച് അതിനെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. അതാണ് നിങ്ങൾക്ക് എന്നോട് കാട്ടാവുന്ന ഏറ്റവും വലിയ നീതി എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിനുള്ള ജിജീഷ് പറഞ്ഞതിനുള്ളൊരു മറുപടി. ഗാന്ധിജിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതിൽ നിന്ന് സ്വീകരിക്കേണ്ട കാര്യങ്ങൾ സ്വീകരിക്കുക, അത് പ്രാവർത്തികമാക്കുക. അത് ബുദ്ധിപരമായി നമ്മുടെ തലച്ചോറിൽ മാത്രം ശേഖരിച്ചാൽ പോരാ, അത് പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുക. തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ
നിങ്ങളുടെ ബോധ്യം നിങ്ങൾ നിശ്ചയമായും വ്യക്തമാക്കുക, അതിന് കാര്യകാരണ സഹിതം അത് വ്യക്തമാക്കുക. ഇതാണ് ഗാന്ധിജിയോട് കാട്ടാവുന്ന ഒരു നീതി എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വന്തം ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഗാന്ധി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോ ചെയ്തിട്ടുള്ള കാര്യങ്ങളോ പ്രാവർത്തികമാക്കണം എന്ന് ഞാൻ പറയില്ല. അങ്ങനെ പറയുന്നത് ശരിയല്ല എന്നാണ് ഒരു ഗാന്ധിയൻ നിലപാട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയുമാണ് എനിക്ക് അതേപ്പറ്റി പറയാൻ. അപ്പോൾ വളരെ നന്ദി പ്രൊഫസർ എം പി മത്തായി സാർ. വളരെ സാർത്ഥകമായ ഒരു സംഭാഷണമായിരുന്നു. ഗാന്ധി നമ്മൾ ആവർത്തിച്ച് ഓർത്തെടുക്കേണ്ട ഒരു വ്യക്തിത്വമാണ്, ദർശനമാണ്. നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം, വിമർശനങ്ങളുണ്ടാകാം, പല കാര്യങ്ങളെക്കുറിച്ചും വിഭിന്നമായ അഭിപ്രായങ്ങൾ വച്ചു പുലർത്താനുള്ള അവകാശവും സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. പക്ഷേ ആ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ അദ്ദേഹം പറഞ്ഞ വലിയ കാര്യങ്ങളെ മറക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നതാണ് അദ്ദേഹത്തോട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന, ഈ കാലഘട്ടത്തോട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നീതി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഈ വിഷയത്തിൽ ഒരുപാട് സംസാരിക്കാൻ ബാക്കിയുണ്ട്. മറ്റൊരവസരത്തിൽ അദ്ദേഹവുമായി വീണ്ടും നമുക്ക് ഈ പ്രോഗ്രാമിൽ ഇരിക്കാം എന്ന് ഉറപ്പു തരുന്നു. നന്ദി. എനിക്കും ജിജീഷിൻ്റെ കൂടെ ഈ കാര്യം പ്രത്യേകിച്ചും വ്യക്തിപരമായി വളരെ സ്നേഹവും സൗഹൃദവുമുള്ള ജിജീഷിൻ്റെ കൂടെ ഇങ്ങനെയൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള എൻ്റെ സന്തോഷം, പിന്നെ ഗാന്ധിജിയെ പറ്റി ഇത് ശ്രവിക്കുന്ന ആളുകളുമായിട്ട് ഇത്രയും ആശയങ്ങൾ പങ്കുവയ്ക്കാൻ സാധിച്ചതിലുള്ള ഒരു കൃതാർത്ഥതയും ഞാൻ അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം പറയും.